السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, നമ്മളിന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ച വിഷയം നിക്കാഹു വൽ മഹ്റു, നിക്കാഹും മഹറും എന്നുള്ളതാണ്. ഇത് രണ്ടും അറബി വാക്കുകളാണെങ്കിലും പൊതുവിൽ നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു പോരുന്ന, പകരം തർജ്ജമയൊന്നും ഉപയോഗിക്കാത്തതായ ഒരു വാക്കാണ്. അഥവാ നിക്കാഹ്, അതുപോലെ തന്നെ മഹർ എന്നുള്ള ഈ രണ്ട് കാര്യങ്ങൾ. എന്താണ് നിക്കാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിക്കാഹ് എന്നുള്ളത് ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ടർത്ഥത്തിലാണ്. ഭാര്യ ഭർത്തൃ ബന്ധത്തിനെ നിക്കാഹ് എന്ന് ഉദ്ദേശിക്കപ്പെടാറുണ്ട്. എന്നാൽ പൊതുവിൽ നമ്മൾ നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പണ്ഡിതന്മാർ പറഞ്ഞത്, അഖ്ദുൻ യുഫീദു ഹില്ല ഇസ്തിംതാഇ റജുൽ ബിംറഅത്തിൻ ലം യംന മിൻ നിക്കാഹിഹാ മാനിഉൻ ശർഈ എന്ന ഒരു അഖ്ദിനെ കുറിച്ചാണ്. അതൊരു ഉടമ്പടിയാണ്. ആ ഉടമ്പടിയിലൂടെ ഒരു പുരുഷന് ഒരു സ്ത്രീയെ അനുവദനീയമായി തീരും. അതോടൊപ്പം അവളെ ശർഈയായിട്ട് വിവാഹം ചെയ്യപ്പെടാൻ പാടില്ലാത്തതായ കാരണങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പം അങ്ങനെയുള്ളൊരു അഖ്ദിനാണ്, ഉടമ്പടിയാണ് യഥാർത്ഥത്തിൽ നിക്കാഹ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹ് കഴിക്കാനുള്ള കൽപ്പന ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ നിക്കാഹ് കഴിക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൻകിഹു മാ ത്വാബ ലക്കും മിനൻ നിസാ, നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക, സ്ത്രീകളിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ വിവാഹം കഴിച്ചുകൊള്ളുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകൾ അവർ വരികയും അതിലൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലെ ഇബാദത്തുകൾ അറിഞ്ഞതിന് ശേഷം ഒരാൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ആയാൽ പോരാ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വിവാഹം അത് ഉപേക്ഷിച്ചാലാണ് നല്ലത്. അന അഅ്തസിലു നിസ ഫലാ അതസവ്വജു അബദ, ഞാൻ സ്ത്രീകളായിട്ട് വിട്ടുനിൽക്കും, ഞാൻ ഇനി കല്യാണം കഴിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അതസവ്വജു നിസ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നവനാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരാണോ എൻ്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെയും മറ്റുമൊക്കെ നിക്കാഹ് എന്നുള്ളത് ദീനിൽ ശർഈയായ വളരെ പുണ്യകരമായ ഒരു കർമ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇനി എന്താണ് ആ നിക്കാഹിൻ്റെ ഹുക്കും? എന്താണ് ഒരു വ്യക്തി നിക്കാഹ് കഴിക്കുന്നതിൻ്റെ ഹുക്കും എന്താണ്? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അത് വാജിബാണ്, വേറെ ചിലർ പറഞ്ഞു അതല്ല, സുന്നത്തുൻ മുഅക്കദയാണ്, വളരെ പുണ്യകരമായ സുന്നത്താണ് എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. വാജിബാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത്, അത് നിക്കാഹ് കഴിക്കാൻ കഴിവുള്ള, ശഹ്വത്തിനെ പിടിച്ചു വെക്കാൻ സാധിക്കാത്ത, തൻ്റെ ദേഹേച്ഛകളെ വ്യഭിചാരത്തിലേക്ക് പോകുന്നതിൽ നിന്നും പിടിച്ചു വെക്കാൻ സാധിക്കാത്തതായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് നിക്കാഹ് കഴിക്കൽ വാജിബാണ് എന്നുള്ളതാണ്. അവനതിൽ നിന്ന് വിട്ടുനിൽക്കാൻ പാടില്ല. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ശഹ്വത്തുണ്ട്, പക്ഷേ വ്യഭിചാരത്തിലേക്കൊന്നും പോകുകയില്ല എന്നുറപ്പുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ മുസ്തഹബ്ബാണ്, വളരെ പ്രതിഫലാർഹമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. നിർബന്ധമില്ല. ഇതേ വിഷയത്തിൽ തന്നെ ഹറാമായതും കറാഹത്തായതുമായ ഹുക്കുമുകളൊക്കെ ഉണ്ട്. ഒരാൾക്ക് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള കഴിവില്ല, വല്ല രോഗവും കൊണ്ടോ മറ്റോ കൊണ്ട് പരീക്ഷിക്കപ്പെടുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾ വിവാഹം കഴിക്കേണ്ടതില്ല. അവരെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബില്ല. അവർക്ക് തീരെ സാധിക്കാത്ത ആളുകളാണെങ്കിൽ
അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും. അതുകൊണ്ട് അവർ വിവാഹം കഴിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതിൻ്റെ ഹുക്കും ഇങ്ങനെ വ്യത്യസ്തമാണ്. ബഹുഭൂരിപക്ഷം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മുസ്തഹബോ അതല്ലെങ്കിൽ വാജിബോ ആണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഫിത്നകൾ വർദ്ധിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ വിവാഹം കഴിക്കൽ പലപ്പോഴും നിർബന്ധമായി തീരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ വിഷയം അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, ഓ നബിയെ താങ്കൾക്ക് മുമ്പ് ഒരുപാട് പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട്. വജഅൽനാ ലഹും അസ്വാജൻ വദുരിയ്യ, അവർക്കൊക്കെ നാം ഇണകളെയും സന്താനങ്ങളെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അമ്പിയാക്കളുടെ ചര്യയിൽപ്പെട്ടതാണ് വിവാഹം കഴിക്കുക എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മൂന്നാളുകളുടെ കൂട്ടത്തിൽ വിവാഹം കഴിക്കുകയില്ല എന്നൊരുവനോട് പറഞ്ഞത്? ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്തിനോട് ആര് വിമുഖത കാണിക്കുന്നുവോ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇവിടെ ഈ വ്യക്തി ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ്. ഒരാൾ ഇബാദത്ത് ഉദ്ദേശിച്ചുകൊണ്ട് വിവാഹത്തിൽ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അത് നിഷിദ്ധമാണ്, അത് പാടില്ലാത്തതാണ്. അത് നസറാണികളുടെ റഹ്ബാനിയത്തിന് തുല്യമാണ്. അഥവാ അവർ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിവാഹം ഒഴിവാക്കിയത്. അതൊരു മുസ്ലിമിന് അനുവദനീയമല്ല. എന്നാൽ വേറൊരാൾ അതിനു വേണ്ടിയിട്ടല്ല, അയാൾക്ക് വാജിബായി തോന്നുന്നില്ല, നിർബന്ധമായി കഴിക്കേണ്ടതായ ഫിത്തനകളൊന്നും അയാൾക്കില്ല, അങ്ങനെ ഒരാൾ മാറി നിൽക്കുന്നതും ഇബാദത്ത് ഉദ്ദേശിച്ച് മാറി നിൽക്കുന്നതും രണ്ടും രണ്ടാണ്. ഇബാദത്ത് ഉദ്ദേശിച്ചാണ് ഒരാൾ വിവാഹം കഴിക്കാത്തതെങ്കിൽ അവരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാനാണ് നിങ്ങളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെടുന്നവൻ ഞാനാണ്, അള്ളാഹുവിനോട് കൂടുതൽ തഖ്വയുള്ളവൻ ഞാനാണ്. അമ്മാ വല്ലാഹി ഇന്നി ലഅഖ്ശാകും ലില്ലാഹി വഅത്ഖാകും ലഹ്, അറിയണം ഞാനാണ് നിങ്ങളെക്കാൾ അള്ളാഹുവിനോട് കൂടുതൽ ഖുശൂഉം കൂടുതൽ തഖ്വയും കാണിക്കുന്നവൻ എന്ന് പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വഅതസവ്വജുൻ നിസാ, ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, ആരെന്റെ സുന്നത്തിനോട് വിമുഖത കാണിച്ചോ അവൻ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പൊ രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ഒന്നുകിൽ ഇത് വാജിബാണ്, അതല്ലെങ്കിൽ വളരെ പ്രതിഫലാർഹമായ കാര്യമാണ്. ഓരോരുത്തർക്കും അവനവൻ്റെ അവസ്ഥയെ അറിയാം. തനിക്ക് ഇത് നിർബന്ധമാകുന്നുണ്ടോ, അതല്ല വളരെ മുസ്തഹബാണോ, അതല്ല എനിക്കിത് ആവശ്യമില്ലേ, ഞാനിത് ചെയ്തു കഴിഞ്ഞാൽ ഇനി ആ സ്ത്രീയോടൊരു ളുൽമായി പോകും, അതുകൊണ്ട് ഞാൻ ഒഴിവാക്കലാണോ നല്ലത്, അത് ഓരോരുത്തർക്കും അവനവനെ കുറിച്ച് അറിയാവുന്നതാണ്. അതല്ലാതെ മറ്റൊരാൾക്ക് ഒരു വിധി പറയുക എന്നുള്ളത് പലപ്പോഴും അത് സാധിക്കുകയില്ല എന്നാണ്. സഹോദരങ്ങളെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2-3 ഹദീസുകളാണ് ഞങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ആഴത്തിലേക്കുള്ള ഒരു പഠനത്തിലേക്ക് പോകുന്നില്ല, അതൊരു ക്ലാസ് കൊണ്ട് പറ്റുന്നതുമല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ, നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ഹദീസാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഖാല ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചെറിയ കുട്ടിയായപ്പോൾ റസൂലുള്ളാഹിനോടൊപ്പം ജീവിച്ച ആളുകളിൽ പെട്ടതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ. അവർ പറയാണ്, ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മഅ്ശറ ശബാബ്, അല്ലയോ യുവ സമൂഹമേ, മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ ആർക്കാണോ വിവാഹം കഴിക്കാനുള്ള കഴിവെത്തിയിട്ടുള്ളത് അവർ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ, കാരണം അത് കണ്ണ് താഴ്ത്താൻ ഏറെ സഹായകമാകുന്ന കാര്യമാണ്. വഅഹ്സനു ലിൽ ഫർജ്, ലൈംഗിക അവയവത്തെ സൂക്ഷിക്കാൻ സഹായകമാകുന്നതാണ്. വമൻ ലം യസ്തതി, അപ്പോൾ ആർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ലയോ, ഫഅലൈഹി ബിസ്സൗം, അവൻ നോമ്പ് അനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജ, തീർച്ചയായും ആ നോമ്പ് അനുഷ്ഠിക്കുക എന്നുള്ളത് അവനൊരു പരിചയമായിട്ട് മാറുന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇവിടെ യുവസമൂഹത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് മഅ്ശറ ശബാബ് എന്നാണ്. ഷബാബ് എന്ന് പറയുന്നത് 20-ന്റെയും 40-ന്റെയൊക്കെ ഇടയിലുള്ള വയസ്സ് പ്രായമുള്ള ആളുകളെയാണ് പൊതുവെ ഷബാബ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ആളുകൾ ഉണ്ടായിട്ടും അവരെ പ്രത്യേകമായി വിളിച്ചിട്ടുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞത്, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വിവാഹം കഴിക്കാൻ ഏറെ ആവശ്യക്കാരായിട്ടുള്ള ആളുകളാണ്. പ്രായമുള്ള ആളുകളെക്കാളും വിവാഹം കഴിക്കാൻ ഷഹ്വത്ത് വളരെയധികം ശക്തമായിട്ടുള്ളത് ഈ പ്രായത്തിനിടയിലുള്ള ആളുകളായിരിക്കും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പ്രത്യേകമായിട്ട് വിളിച്ചുകൊണ്ട് പറയാം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹം കഴിക്കാതെ എന്ത് ചെയ്യുകയില്ല, അവർക്ക് ഒരു സ്ഥിരത ലഭിക്കുകയില്ല. ഒരു മനുഷ്യന്റെ ബുദ്ധി അത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് പണ്ഡിതന്മാർ പറയുന്നത് 40 വയസ്സ് എത്തുമ്പോഴാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവർ ഫിത്നയിലേക്ക് പെടാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. അതുകൊണ്ടാണ് യുവാക്കളെ പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തത് എന്നാണ് പറയുന്നത്. എന്താണ് അവരോട് പറഞ്ഞത്? മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅ, നിങ്ങളിൽ ആർക്കാണ് ബാഅത്തുള്ളത്? എന്താണ് ബാഅത്തുള്ളത്?
ഐ മൻ ഖദറ അലാ യതസവ്വജ്, വിവാഹം കഴിക്കാനുള്ള ഖുദ്റത്ത് ഒരാൾക്കുണ്ടാവുക എന്നതാണ് ബാഅത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണ് വിവാഹം കഴിക്കാനുള്ള ഖുദ്റത്ത്? പണ്ഡിതന്മാർ പറയുന്നു, വൽ ഖുദ്റത്തു ബിൽ മാലി ഫിൽ മഹർ, മഹർ വാങ്ങാനുള്ള ഒരു സമ്പത്ത് വേണം. അതുപോലെ വന്നഫഖ, പെണ്ണിന് ചെലവിന് കൊടുക്കണം. മിൻ കിസ്വത്തിൻ വ ത്വആമിൻ വ ശറാബിൻ വ മസ്കൻ, അവൾക്ക് വേണ്ട പാർപ്പിടം നിന്റെ വീട്ടിലാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ടെങ്കിൽ അങ്ങനെ അത് നീ കൊടുക്കണം. അതിൻ്റെ ഉത്തരവാദിത്തം നിനക്കാണ്, ചെലവ് നോക്കൽ നിനക്കാണ്. അവൾക്ക് വേണ്ട ഭക്ഷണം, വെള്ളം, വസ്ത്രം, ഇതെല്ലാം പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ കാര്യമാണ്. അതുകൊണ്ട് അതിനുള്ള മഹർ വാങ്ങിക്കാനും ശേഷമുള്ള ചെലവിന് കൊടുക്കാനൊക്കെയുള്ള കഴിവുണ്ടെങ്കിൽ ഫല്യതസവ്വജ്, അവൻ വിവാഹം കഴിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഉടനെ തന്നെ വിവാഹം കഴിച്ചാൽ ലഭിക്കുന്ന അനേകം ഉപകാരങ്ങളിൽ വളരെ പെട്ടെന്ന് അവൻ അനുഭവിച്ചറിയാൻ സാധിക്കുന്നതായ 2 ഉപകാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ. ഫഇന്നഹു അഗല്ലു ലിൽ ബസരി വ അഹ്സനു ലിൽ ഫർജ്, അത് കണ്ണിനെ താഴ്ത്താൻ ഏറെ സഹായിക്കുന്നതാണ്. അതുപോലെ ലൈംഗികാവയവത്തെ സൂക്ഷിക്കാൻ സഹായിക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. കാരണം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഭാര്യ ഇല്ലെങ്കിൽ അവൻ സ്ത്രീയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള കൗതുകം അവന് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഹറാമുകളിലേക്ക് നോക്കാനുള്ള സാധ്യത അവർക്ക് കൂടുതലായിരിക്കും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഒരു സ്ത്രീയെ അവൻ ലഭിച്ചു കഴിഞ്ഞാൽ അതിനവനേറെ സഹായകമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഹറാമായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കാനും ഏറ്റവും സഹായകമാകുന്നതും അതായിരിക്കും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇത് അനേകം ഫായിദകൾ വിവാഹവുമായി ബന്ധപ്പെട്ടതുണ്ട്. അതായത് മുസ്ലിം ഉമ്മത്തിന്റെ എണ്ണം അത് വർദ്ധിക്കുക, വിവാഹം കഴിച്ച് ഒരുപാട് കുട്ടികൾ ഉണ്ടാകുന്നതിലൂടെയാണ് മുസ്ലിം ഉമ്മത്തിന് വലിയ ഫായിദകൾ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ഒരുപാട് നന്മകൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ചാരിത്രം സൂക്ഷിക്കുക. അതുപോലെ തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരു സമാധാനം ലഭിക്കുക വിവാഹം കഴിച്ചാലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് അവൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെ അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തിനാണ്? ലിതസ്കുനു ഇലൈഹ, അവളിലേക്ക് നീ സമാധാനമായി അടയുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതില്ലാത്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനം ലഭിക്കുകയില്ല. അവന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാൻ, പ്രയാസങ്ങൾ ഇറക്കി വെക്കാൻ, കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കാൻ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളത് പല ആളുകൾക്കും അത് വലിയ പ്രയാസമുള്ള കാര്യം തന്നെയായിരിക്കും. അപ്പം അങ്ങനെയുള്ള മറ്റനേകം ഫായിദകൾ അതുകൊണ്ട്, ശാരീരികമായിട്ടുള്ള ഫായിദകൾ, മാനസികമായിട്ടുള്ള ഫായിദകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഏറ്റവും പെട്ടെന്ന് പണ്ഡിതന്മാർ പറയുന്ന യദൻ ബിയദ്, പെട്ടെന്ന് തന്നെ അവൻ ലഭിക്കുന്ന ഒരു ഫായിദയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് യുവാക്കൾക്ക് മനസ്സിലാകുന്ന ഫായിദയാണ് അവിടെ പറഞ്ഞത്. ഫഇന്നഹു അഗല്ലു ലിൽ ബസർ വ അഹ്സനു ലിൽ ഫർജ്. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഈ ഫായിദയെ സംബന്ധിച്ചിടത്തോളം അറിയാത്തവരായി ആരുമില്ല. പക്ഷെ പലപ്പോഴും ഇന്നത്തെ ലിബറൽ സമൂഹത്തിൽ അതൊന്നും ഇല്ലാത്ത പോലെ, അതൊക്കെ വലിയ പ്രശ്നമാണോ, വിവാഹമൊക്കെ കുറച്ച് കഴിഞ്ഞാൽ മതി, ഇതൊന്നും വലിയ കുഴപ്പമില്ല എന്ന് വെറുതെ ബാഹ്യമായി അഭിനയിക്കാൻ ആളുകൾക്ക് സാധിക്കും. യഥാർത്ഥത്തിൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ പറയുന്ന 2 കാര്യത്തിൽ വലിയ പ്രയാസമുള്ളതാണ് എന്നുള്ളത് ഓരോ പുരുഷനും അറിയുന്നതാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഫായിദ വളരെ അനിവാര്യമായ കാര്യമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ ലിബറൽ സമൂഹം ഹലാലായ വഴി അടക്കുകയും അതിനു പകരം ഹറാമായ വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദീനുൽ ഇസ്ലാം ഹലാലായ വഴി തുറന്നു കൊടുക്കുകയും ഹറാമുകൾ പെട്ടെന്ന് അതിൽ നിന്നും അകലാനുള്ള വഴിയുമാണ് പറഞ്ഞിട്ടുള്ളത്. വമല്ലം യസ്തതി, എന്നാൽ എല്ലാവർക്കും ഇതിന് സാധിക്കണം എന്നില്ല. അപ്പോൾ ആർക്കാണോ അത് സാധിക്കാത്തത്? ഒരു വേള ഫക്കീറായിരിക്കാം, ദരിദ്രനായിരിക്കാം. നാം നേരത്തെ പറഞ്ഞതുപോലെ ബാഅത്തെത്താത്ത ആളുകൾ, ഒന്നുകിൽ മഹർ വാങ്ങിക്കാനുള്ള പണം ഇല്ല, അതല്ലെങ്കിൽ ചെലവിന് കൊടുക്കാനുള്ള പണം, ഒരു ജോലി ശരിയായിട്ടില്ല. അല്ല, ആളുകൾ പലപ്പോഴും പരീക്ഷിക്കപ്പെട്ടേക്കാം. എല്ലാവരും ഒരേ കണക്കിന് പണവും സമ്പത്തും എല്ലാം തരപ്പെടണമെന്നില്ല. ചിലപ്പോൾ വീട്ടിന്റെ സാഹചര്യങ്ങൾ പലർക്കായിരിക്കും, പല ഉത്തരവാദിത്തങ്ങളുള്ള ആളുകൾ ഉണ്ടാകും. ഒരു വിവാഹത്തിന് വേണ്ടി തയ്യാറാകാൻ പറ്റാത്ത രൂപത്തിൽ സാമ്പത്തികമായ ബാധ്യതകൾ, വീട്ടിലെ മറ്റനേകം ബാധ്യതകൾ ഇങ്ങനെ ഉണ്ടാകും. മനുഷ്യന്മാർക്ക് അത് ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, വമല്ലം യസ്തതി, അതിനാർക്കാണോ സാധിക്കാത്തത്, ഫഅലൈഹി ബിസ്സൗം, അവൻ എന്ത് ചെയ്യട്ടെ, നോമ്പ് അനുഷ്ഠിക്കട്ടെ. ഫഇന്നഹു ലഹു വിജാ, ആ നോമ്പ് അവൻ എന്താണ്, ഒരു പരിചയാണ് എന്നാണ്. ഹറാമുകളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു പരിചയമാണ്. കാരണം നോമ്പ് എടുക്കുന്നതിലൂടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് നേർക്കുനേരെയുള്ള ശാരീരികമായിട്ടുള്ള ഉപകാരം തന്നെയുണ്ട്. അവന്റെ രക്തയോട്ടം കുറയുന്നതാണ്. അവന്റെ രക്തയോട്ടം കുറയുന്ന വേളയിൽ അവന്റെ ശഹ്വത്ത് അത് കുറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നോമ്പ് ശരിയാകണമെങ്കിൽ ഈ വേളയിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചിന്തകളും ആഗ്രഹങ്ങളും ഭക്ഷണവും വെള്ളവും ഇതെല്ലാം ഒരാൾ ഒഴിവാക്കും. ഇതെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് അത് ലൈംഗിക വികാരത്തെ തണുപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. അപ്പൊ അതിന് നോമ്പ്
ബാഹ്യമായിട്ട് തന്നെ അതിന്റെ ഉപകാരം നമുക്കറിയുന്നതാണ്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായവും അള്ളാഹുവിൽ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ആ നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നത് പറയുന്നു, വമൻ ലം യസ്തതി ഫഅലൈഹി ബിസ്സൗം ഫഇന്നഹു ലഹു വിജ, അത് അവന് വിജ ആണ് എന്നാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇബാദത്തുകളിലോ മറ്റോ ഒക്കെ മുഴുകി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഇത്തരത്തിലുള്ള ചിന്തകൾ വരികയില്ല. ഒരാൾക്കൊന്നുമില്ല, ഒരു ജോലി ഇല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴാണ് പലപ്പോഴും ഹറാമായ ചിന്തകളും മറ്റുമൊക്കെ ഉണ്ടാവുക. അപ്പൊ നോമ്പെടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവന് ഇബാദത്തിലാണ്. രാവിലെ സുബഹി മുതൽ ഫജർ മുതൽ മഗ്രിബ് വരെ പ്രധാനപ്പെട്ട സമയം ഇബാദത്തിലായി തീർന്നു. അപ്പൊ ആ സമയത്ത് അവൻ എന്ത് ചെയ്യാണ്, പല കാര്യങ്ങളും ഷുഗലിലാണ്. അങ്ങനെ ഷുഗലിലായി തീരുമ്പോൾ, തിരക്കിലായി തീരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങളിൽ നിന്നും അവൻ ശമനം ഉണ്ടാകുന്നതാണ്. ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് അദ്ദേഹം ഇത് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറയാണ്, വലിഹാദ തുദ്കർ ഖുസ്സ, ഒരു കഥ അങ്ങനെ പറയാറുണ്ട്. അന്ന റജുലൻ ഗനിയൻ കാന ലഹു സൗജത്തുൻ ഷാബ്ബ, ഒരു ധനികനായ, അദ്ദേഹത്തിന്റെ ഖസീമിലോ മറ്റോ ഉള്ള കഥയായിരിക്കണം, ധനികനായ ഒരു വ്യക്തി, അപ്പൊ അയാൾക്ക് ഒരു യുവതിയായ ഒരു സ്ത്രീ ഭാര്യ അവനുണ്ടായിരുന്നു. വലാകിന്നഹു ലാ യഅബഹു ബിഹാ, പക്ഷെ ഇവൻ പലപ്പോഴും ഇവളുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നും കാണിക്കാറില്ല. കാരണം ലിഅന്നഹു മശ്ഗൂലുൻ ബിതിജാറതിഹി, അവന്റെ കച്ചവടത്തിൽ തിരക്കാണ്. ഫിൻ നഹാരി ഫി സൂഖിഹി വമത്ജരിഹി വഫിൽ ലൈലി ഫി ദഫാതിരിഹി വമുറാജഅതി അഹ്വാലിഹി, പകല് അങ്ങാടിയിലും മറ്റൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും, രാത്രി വന്നു കഴിഞ്ഞാൽ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി, ഇത് തന്നെയാണ് ഇവന്റെ പണി. വഹുവ ഫീ ഗഫ്ലത്തിൻ അൻ സൗജതിഹി, അദ്ദേഹം പറയാണ് ഭാര്യയെ കുറിച്ചിട്ട് ആകെ ശ്രദ്ധയിലാണ്. കാരണം ഭയങ്കര കച്ചവടത്തിൽ ഏർപ്പെട്ട ആളുകൾക്കറിയാം അതിന്റെ തിരക്കിലാണ്. പകല് മൊത്തം ഇവൻ തന്നെ മൊത്തം ഷോപ്പും കാര്യങ്ങളൊക്കെ നോക്കി, അങ്ങാടിയൊക്കെ പൂട്ടി, രാത്രി അതിന്റെ കണക്കൊക്കെ നോക്കി ഇവൻ തന്നെ ഉള്ളൂ. അങ്ങനെ ഫുള്ള് തിരക്കിലാണ്. എന്നിട്ട് പറയാണ്, വക്കാന ലഹു ജാറുൻ ഫഖീറുൻ മുതസവ്വിജ്, ഇപ്പുറത്ത് ഒരു ദരിദ്രനായ വിവാഹം കഴിഞ്ഞ ഒരു അയൽവാസിയുണ്ട്. വകുല്ല ലൈലത്തിൻ മീസാബുൽ ഫഖീറി യഅസബു മാഅൻ മിനൽ ഇഗ്തിസാബ് മിനൽ ജനാബ. അപ്പൊ പഴയ കാലത്ത് ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് ഇങ്ങനെ ബാത്റൂമിൽ നിന്നത്തെ പോലെ വല്ല ഇങ്ങനെ ഉള്ളിലേക്ക് കൂടിയല്ല, പുറത്തേക്ക് ഇങ്ങനെ വെള്ളം പോകാനുള്ള സംവിധാനം ഉണ്ടാവും. അപ്പൊ എന്നും അവിടുന്ന് ഇങ്ങനെ വെള്ളമൊക്കെ പുറത്തേക്ക് വരുന്ന, ജനാബത്ത് കുളിച്ചിട്ട് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് വരുന്ന സംഭവം അവിടെ ഉണ്ട്. വറജുലു താജിറു മുഅ്രിദുൻ അനി സൗജ, ഈ കച്ചവടക്കാരൻ തന്റെ ഭാര്യയായിട്ട് അങ്ങനെ അകന്ന് കഴിയുകയാണ്. അങ്ങനെ ഫഗാറത്ത് സൗജത്തു ഹാദർ റജുലി താജിർ, ഈ കച്ചവടക്കാരന്റെ ഭാര്യയ്ക്ക് ഇങ്ങനെ ദേഷ്യം വന്നിട്ട് ഈർഷ്യതയോടുകൂടി പറഞ്ഞു, വഖാലത്തില യാ ഫുലാൻ ജാറുക ഫഖീർ ഒമൻഷ, ഈ നിങ്ങളുടെ അയൽവാസി പട്ടിണിയാണ്, ദരിദ്രനാണ്. വയക്തസിബുൽ മഈഷ ബിഉസ്രി, നെരുങ്ങിയിട്ടാണ് അയാൾ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എന്നാലോ വഹുവ മഅ അഹ്ലിഹി മുസ്തഅനിസുൻ ഖദ് അഅത സൗജതഹു ഹഖ്ഖഹ വഅൻത ലാ തഫഅൽ, പക്ഷെ അവൻ തന്റെ ഭാര്യയുമായി നല്ല അണക്കത്തിലും മറ്റുമാണ് ഭാര്യയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്, നീ അത് ചെയ്യുന്നില്ല. അപ്പോ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയാണ്, ഫഖാദ ഹാദ റജുൽ ലിജാരിഹിൽ ഫഖീർ കൈദൻ കബീർ, തന്റെ ദരിദ്രനായ അയൽവാസിയോട് ഇയാൾ വലിയൊരു തന്ത്രം കാണിച്ചു. ഫലമ്മ അസ്ബഹ ദഅഹുൽ ഗനി വഖാല ല യാ അബാ ഫുലാൻ അൻത ജാറുന വലക ഹഖ്ഖുൻ അലൈന വഅൻത ഖലീലു ദാത്തിൽ യദ് സഉതിക ദറാഹിം വൽതകുൻ 10,000 റിയാൽ തത്തജിറു ബിഹാ തഅതി ബിസ്ഇലഅതി മിനൽ ബൽദി ഇലാ ബലദിക ഹാദാ വതബിഉ ബിരിബ്ഹിൻ വതുഹസ്സിലു റഅസ മാലിൻ ലക യൻഫഉക. എൻ്റെ അയൽവാസി, നമ്മളെ അയൽവാസിയല്ല, നീ നല്ല ബന്ധമുള്ള ആളാണ്, നമുക്ക് നല്ല കടപ്പാടൊക്കെ ഉള്ള ആളാണ്, ഞാനെനിക്കൊരു 10,000 റിയാൽ ഞാൻ നിനക്ക് തരാം, നീ പോയി കച്ചവടമൊക്കെ ചെയ്യും, നല്ല രീതിയിലൊക്കെ വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ, പിന്നെ തന്നാൽ മതി, അങ്ങനെ നല്ല വരുമാനമൊക്കെ ഉണ്ടാകട്ടെ എന്നാണ്. അപ്പൊ ഫക്കീർ അദ്ദേഹം പറയുകയാണ്, ഫക്കീർ ആയ ഈ മനുഷ്യൻ നല്ല സന്തോഷമായി, കാരണം അയാൾക്ക് പൈസ ഇല്ല എന്നിട്ടാണ് അയാൾ അങ്ങനെ കച്ചവടവും കാര്യങ്ങളൊക്കെ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറയാണ്, അങ്ങനെ ഫയബിസൽ മീസാബുല്ലദി കാന കുല്ല ലൈലത്തിൻ യസ്അബുഹ, പിന്നീട് അപ്പുറത്തെ വീട്ടിലെ തോടിൽ അങ്ങനെ വല്ലാതെ വെള്ളമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവന് എന്ത് ചെയ്യാൻ പറ്റി, ഒരാളെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് കാര്യമായിട്ട് ഇവിടെ പറഞ്ഞത്, ഒരാളൊരു കാര്യത്തിൽ വ്യാപൃതനായാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഏറെ കുറയും എന്നുള്ളതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതാണ്. അതാണ് നോമ്പ് എന്ന് പറയുന്ന കാര്യത്തിന് അങ്ങനെ വലിയൊരു ഫായിദ അതിനുണ്ട് എന്നാണ്. മനിസ്തതാ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആർക്കാണോ ബാഅത്ത് എത്തിയത് അത് വിവാഹം കഴിക്കട്ടെ, അതിന് സാധിക്കാത്തവർ നോമ്പെടുക്കട്ടെ എന്നാണ്. ഇവിടെ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയാണ്, മനിസ്തതാ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, വിവാഹം കഴിക്കട്ടെ എന്ന് പറയുമ്പോൾ ഫൈദാ കാന റജുലു ലാ തക്ഫീഹി സൗജത്തുൽ വാഹിദ ഫഇന്നഹു യുഅ്മറു അൻ യതസവ്വജ അൽ-ഉഖറ, ഇന്നൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാര്യ അവന് മതിയാകുന്നില്ലെങ്കിൽ ഫഇന്നഹു യുഅ്മറു അൻ യതസവ്വജ അൽ-ഉഖറ, അവൻ ഒന്നുകൂടി വിവാഹം കഴിക്കാൻ കൽപ്പിക്കപ്പെട്ടവനാണ്. കാരണം ഒരാൾക്ക് ഈ പ്രശ്നമുള്ളത് കൊണ്ടാണ് വിവാഹം കഴിക്കാൻ പറയുന്നത്. ഒരാൾക്ക് ഒരു ഭാര്യ കൊണ്ട് അവന്റെ കാര്യങ്ങൾ മതിയാകുന്നില്ല, കാരണം ഇപ്പൊ ആളുകൾ വ്യത്യസ്തമായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് മതിയാകുന്നില്ലെങ്കിൽ ഇബ്നു ഉസൈമിൻ റഹിമഹുല്ലാഹ് പറയുന്ന അയാൾ 2 വിവാഹം കഴിക്കട്ടെ, ഇന്നൊരാൾക്ക് 2 മതിയാകുന്നില്ലെങ്കിൽ 3 കഴിക്കട്ടെ, 3 മതിയാകുന്നില്ലെങ്കിൽ 4 കഴിക്കട്ടെ. വഹീന ഇദ്ൻ യക്മുലു നിസാബ്, അപ്പോൾ നിസാബ് പൂർത്തിയാവും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫൻകിഹു മാ താബ ലക്കും മിനൻ നിസാഇ മസ്ന വസുലാസ വറുബ, സ്ത്രീകളിൽ നിന്നും
2, 3, 4 വിവാഹം കഴിച്ചു കൊള്ളട്ടെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അത് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതുമായി ബന്ധപ്പെട്ട്, അതായത് അത് മുസ്തഹബാണോ അല്ലേ എന്നുള്ളതിൽ, ഏതാണ് കൂടുതൽ മുസ്തഹബ് എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, വഖ്തലഫൽ ഉലമാ അയ്യുഹ അഫ്ളൽ, ഏതാണ് ഏറ്റവും അഫ്ളൽ എന്നുള്ളത് പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായത് ഒരാളാണോ ഒന്നിൽ കൂടുതലാണോ എന്നുള്ളത്. അവരിൽ ചിലർ പറഞ്ഞു അൽ അഫ്ളലു അൽ ഇഖ്തിസാറു അലാ വാഹിദ, ഒരു ഭാര്യയാണ് അഫ്ളൽ എന്ന് പണ്ഡിതന്മാരിൽ പറഞ്ഞിട്ടുണ്ട്. ലിഅന്ന ദാലിക ഐസറു ലിൽ ഇൻസാൻ, കാരണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പം അതാണ്. വഅഖ്റബു ഇലാ ഇഖാമത്തിൽ വാജിബ്, വാജിബ് നിറവേറ്റുന്ന കാര്യമാണ്, അപ്പൊ അതിൽ ഏറ്റവും നല്ലത് അതാണ്. വഅബദു അനിൽ മശാക്കിൽ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് ഫൽ ഇഖ്തിസാറു അലൽ വാഹിദ ഹുവ അഫ്ളൽ, അതാണ് ഏറ്റവും നല്ലത്. വഹാദ മാ ദഹബ ഇലൈഹി ഫുഖഹാഉൽ ഹനാബിലത്ത് റഹിമഹുല്ലാഹ് മുതഅഖിറൂൻ, ഇങ്ങനെ ആധുനികരായ ഫുഖഹാക്കൾ, ഹനാബിൽ ഹംബലി മദ്ഹബിലെ പണ്ഡിതന്മാരൊക്കെ ആ അഭിപ്രായമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഒന്നാണ് ഏറ്റവും അഫ്ളൽ, കാരണം കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയില്ല, നീതി പാലിക്കാനൊക്കെ ഏറ്റവും നല്ലത് അതാണ്, അധികം മുഷ്കിൽ ഉണ്ടാവുകയില്ല, സമാധാനത്തോടുകൂടി ജീവിക്കാനൊക്കെ നല്ലത് അതാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. വമിൻഹും മൻ ഖാല ബൽ യതസവ്വജു അക്സറ മിൻ വാഹിദ് ലാകിൻ ബിശർത്തൈൻ, ചില പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നിലധികം വിവാഹം കഴിക്കാം, പക്ഷേ 2 ഷർത്തുണ്ട്. എന്താണ് ഒന്നാമത്തെ ഷർത്ത്? അൻ യകൂന ലദൈഹി ഖുദ്റത്തുൻ മാലിയത്തുൻ വബദനിയ, ശാരീരികമായും സാമ്പത്തികമായിട്ടും ഒരാൾക്ക് കഴിവുണ്ടാക്കണം. ശാരീരികമായി ഒന്നിനെ പോറ്റാൻ തന്നെ കഴിവില്ല, അവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും 2ാമത്തെ വിവാഹം കഴിക്കരുത്, കാരണം അതിനെ കൂടി പ്രയാസപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകും. അതല്ലെങ്കിൽ ഒരു ഭാര്യയ്ക്ക് മാത്രം സാധിക്കുന്ന രൂപത്തിലുള്ള ശാരീരികമായ കഴിവ് ഒരാൾക്കുള്ളൂ എങ്കിൽ 2ാമത്തെ വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ അവന് ശാരീരികമായും സാമ്പത്തികമായിട്ടുള്ള കഴിവ് വേണം, അതൊരു ഷർത്താണ്. 2, അയ്യമനൽ ഹൈഫ വൽ മൈൽ, അവന് അനീതിയെ എന്ത് ചെയ്യാൻ പാടില്ല, അനീതിയിൽ നിന്നും അവൻ നിർഭയനായിരിക്കണം. അനീതി കാണിക്കോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നിർഭയനായിരിക്കണം, ആളുകളോട് നീതിയോടുകൂടി വർത്തിക്കാൻ സാധിക്കുന്നതായിരിക്കണം. കാരണം അള്ളാഹു തആല പറഞ്ഞത് ഫഇൻ ഖിഫ്തും അല്ലാ തഅദിലു ഫവാഹിദ, നിനക്ക് അനീതി ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് തന്നെ മതിയായതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ അനീതി ഭയപ്പെടുന്നില്ല, സാമ്പത്തികമായ ശാരീരികമായ കഴിവ് ഒരാൾക്കുണ്ട് എങ്കിൽ അത് മുസ്തഹബാണ്, ചിലപ്പോൾ അത് വാജിബായി തീരും. എപ്പോഴാണത്? ഒരാൾക്ക് ഒന്നുകൊണ്ട് ശരിയാവുന്നില്ല, അവൻ്റെ ഈമാൻ ശരിയാവുന്നില്ല എങ്കിൽ ചിലപ്പോൾ അത് നിർബന്ധമായി തീരും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ആളുകളത് അനുവദിക്കുന്നുണ്ടോ, സ്ത്രീകളാണെങ്കിലും ശരി പുരുഷന്മാരാണെങ്കിലും ശരി, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ അനിവാര്യമായും അത് അംഗീകരിച്ചു കൊടുത്തേ മതിയാകും. കാരണം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ആധുനികമായ ലിബറൽ ചിന്തകളൊക്കെ കേട്ടതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനോടൊരു വിറളി പിടിക്കുന്ന ഒരു അവസ്ഥ ഒരു സ്ത്രീക്കുണ്ടാകാൻ പാടില്ല. ശരിയാണ്, നിനക്ക് നിന്റെ ഭർത്താവിനോട് ഗീറത്തുണ്ടാകാം, അതിന്റെ പേരിൽ നീ അനുവദിക്കാതിരിക്കാം, അതൊക്കെ ഒരു സ്ത്രീക്ക് വകവെച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു സ്ത്രീ ചെയ്യുന്നത് കൊണ്ട് അവൾ ദീനിന്റെ നിയമത്തിനോട് എതിരായി എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ആ നിയമത്തിനോട് നിനക്കൊരു വെറുപ്പുണ്ട് എങ്കിൽ അത് ദീനുൽ ഇസ്ലാമിന്റെ നിയമത്തിനോട് വെറുപ്പാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് കുഫ്രാകാനുള്ള സാധ്യതയുണ്ട്. അല്ല, കുഫ്രാണത്. ആ നിയമത്തിനോട് ഒരാൾക്ക് വെറുപ്പുണ്ടാകുക എന്നുള്ളത് ഒരിക്കലും പാടില്ല. എന്തിനങ്ങനെ നിയമം വെച്ചു എന്നൊരു ചിന്ത നിനക്കുള്ളിലുണ്ടാകാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നീ ചോദ്യം ചെയ്യുന്നത്. അള്ളാഹു ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ മസ്ലഹത്തും ഖൈറും അല്ലാതെ മറ്റൊന്നുമില്ല. അല്ലെ, ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഈ നിയമങ്ങൾ ശരിക്കും പാലിക്കാതെ അവനിൽ വല്ല അബദ്ധങ്ങളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ ആ നിയമത്തിന് യാതൊരു കുഴപ്പമില്ല. അല്ലെ, ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് പല പ്രശ്നങ്ങളും. അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണ് ദീനിലെ പല കാര്യങ്ങളും പലരും എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ അബദ്ധങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അതുകൊണ്ട് അത് വളരെ കൃത്യമായിട്ട് അതിനെ മനസ്സാവാച അത് കൃത്യമായി അംഗീകരിക്കണം. ആ നിയമത്തിനെതിരെ ഒരു വെറുപ്പ് മനസ്സിലുണ്ടാകാൻ പാടില്ല. ആ നിയമത്തിനെതിരെ ഒരു വാക്ക് വായിൽ നിന്ന് ഒരാൾക്ക് വരാൻ പാടില്ല. മറിച്ച് അത് ദീനിലുള്ള കാര്യമാണ്, അത് ആവശ്യമുള്ളവർ ചെയ്യട്ടെ. ഞാൻ എൻ്റെ ഭർത്താവിനെ അനുവദിക്കുന്നില്ലേ, അത് 2ാമത്തെ കാര്യമാണ്. പക്ഷേ ഈ ദീനിന്റെ നിയമത്തിനോട് വെറുപ്പുണ്ടാകുക എന്നുള്ളത് ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ പാടില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിന, ഒരു മുഅ്മിനായ പുരുഷനോ സ്ത്രീക്കോ പാടില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം, അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു വിധി പറഞ്ഞാൽ അവർക്ക് പിന്നീട് സ്വയം തെരഞ്ഞെടുപ്പ് അവകാശം, അവരൊരു കാര്യം അതിന് പറയുക പാടില്ല. അള്ളാഹിന്റെ നിയമമാണത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച നിയമമാണത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് മനസ്സാവാച അത് ഉള്ളതാണ്, അത് അനുവദിക്കുക. അതുകൊണ്ട് മസ്ലഹത്ത് ഉണ്ടാകും എന്ന് തന്നെ നീ ഉറച്ചു മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൊരു മസ്ലഹത്ത് ഇല്ലെങ്കിൽ ഒരിക്കലും അനുവദിക്കുകയില്ല. അതല്ലാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നതിന്റെ വേറൊരു നിലക്കുള്ള സംസാരം നമ്മൾ വായിന്നുണ്ടാകാൻ പാടില്ല. ഇസ്ലാമിന്റെ ശത്രുക്കൾ പച്ചക്ക് അതിനെ വളരെ വൃത്തികെട്ട രീതിയിൽ പറയുമ്പോൾ മുസ്ലിമീങ്ങളായ ആൾ വേറൊരു നിലക്ക് അതിനെ ബഹുഭാര്യത്വം എന്ന് പറഞ്ഞാൽ അത് ഈ കാലഘട്ടത്തിൽ ശരിയാവുകയില്ല, അത് ആ കാലഘട്ടത്തിൽ അനുവദിച്ചതാണ്, ഒരിക്കലും പറയാൻ പാടില്ല. ഖിയാമത്ത് നാൾ വരെയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലുള്ള നിയമമാണ്. അതിനോടൊരു വെറുപ്പ് നിനക്കുണ്ടാകാൻ പാടില്ല. അത് നീ അനുവദിക്കുകയോ അനുവദിക്കാതിരിക്കുകയോ ചെയ്യാന്നുള്ളത് അത് നിന്നെ വാജിബായ ഒരു കാര്യമല്ല, ഏതൊരു കാര്യവും നിനക്കാണ്. പക്ഷേ അതിനോടൊരു വെറുപ്പ് നിനക്കുണ്ടാവുക എന്നുള്ളത് അത് വളരെ അബദ്ധം പിടിച്ച കാര്യമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഇനി ഒരു ഭർത്താവ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അതിന്
പൂർണ്ണമായും അതിനോട് വിധേയപ്പെടുക, അനുസരിക്കുക എന്നുള്ളതൊക്കെ ഉള്ള ബാധ്യതയാണ്. ഇത്തരം ആഴത്തിലേക്കുള്ള വിഷയത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ സഹോദരങ്ങളെ, ഇത് മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിൽ നിന്നുള്ള ഫായിദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് അതിന്റെ ഹിക്മത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കണ്ണിന് ഏറെ ഉപകാരമുള്ള കാര്യമാണ്. അതുപോലെ ലൈംഗിക അവയവത്തിന് ഏറെ ഉപകാരമുള്ള കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഇങ്ങനെയുള്ള ദീനിന്റെ വിധി പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ കാരണം കൂടി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം അതിന് വലിയ ഫായിദയുണ്ട്. അപ്പം എന്തിനാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? വിവാഹം കഴിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ അവിടെ കാരണമില്ലെങ്കിൽ നമുക്ക് എന്തായിരിക്കും അതിന്റെ ഒരു ജിജ്ഞാസ ഉണ്ടാകും. അപ്പൊ ദീനിൽ ഒരുപാട് നിയമങ്ങൾ കാണാൻ സാധിക്കും. അതിന്റെ വിധി പറയുമ്പോൾ ഒപ്പം തന്നെ അതിന്റെ കാരണങ്ങൾ, ആ കാരണം വളരെ വ്യക്തമായി ആളുകൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ദീനിൽ ചില സാഹചര്യങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിനൊരു ബദീല് പറയുന്നത് കാണാൻ സാധിക്കും. അതായത് ഒരു കാര്യം സാധിക്കില്ലെങ്കിൽ അതിനൊരു പകരം പറയുക എന്നുള്ളത്. അന്നഹു ഇദാ തഅദ്ദറ ശൈ ഫലാ ബുദ്ദ മിൻ ബദീൽ. ഒരു കാര്യം ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഒരു ബദീല് വേണം. ദീനിൽ പല കാര്യത്തിലും അതുണ്ട്. അല്ല, നിസ്കരിക്കാൻ സാധിക്കാത്തവർക്ക് ഇരുന്ന് നിസ്കരിക്കാം, നോമ്പെടുക്കാൻ സാധിക്കാത്തവർക്ക് മറ്റുള്ള ദിവസത്തേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ബദീല് ദീനിലുണ്ട്. ഒരു പ്രയാസപ്പെടുത്തുന്ന നിയമമല്ല. അതുകൊണ്ടാണ് ഒരാൾക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നോമ്പ് എന്ന് പറയുന്ന ബദീൽ ഒരാൾക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്യാൻ സാധിക്കാം? നോമ്പെടുക്കുന്നതിലൂടെ അയാൾക്ക് അയാളുടെ വികാരത്തെ ശമിപ്പിക്കാനും അയാൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഏറെ സമാധാനം ഉണ്ടാകാനൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹോദരങ്ങളെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ട്. അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഫായതകൾ ഒരുപാടുണ്ട്. അതിന് വളരെ ചുരുങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി മഹറുമായി ബന്ധപ്പെട്ട കാര്യം, അതാണ് ഞാൻ കാര്യമായിട്ടെന്ന് പറയാൻ ഉദ്ദേശിച്ചത്. മഹർ എന്നുള്ളത് വിവാഹം കഴിക്കുന്ന വേളയിൽ ആ സ്ത്രീക്ക് പകരമായി ഇവൻ നൽകുന്ന വാജിബായ ഒരു കാര്യമാണ് മഹർ എന്ന് പറയുന്നത്. അറബിയിൽ സദാക്ക് എന്നും കൂടി പറയാറുണ്ട്. മഹറിന് സദാക്ക് എന്നുള്ള വാക്കും കൂടി പറയാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഉഹില്ല ലക്കും മാ വറാഅ ദാലികും അൻ തബ്തഗു ബിഅംവാലികും. സൂറത്തു നിസായിൽ മഹറമായ സ്ത്രീകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് സ്ത്രീ വിവാഹം കഴിക്കാൻ പാടില്ലാത്തത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം വഉഹില്ല ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെടുന്നു, മാ വറാഅ ദാലികും, ഈ പറയുന്ന മഹറമായ നിങ്ങൾക്ക് വിവാഹബന്ധം പാടില്ലാത്തതായ ആളുകളൊക്കെ നിങ്ങൾക്ക് അനുവദിക്കപ്പെടും. അൻ തബ്തഗു ബിഅംവാലികും, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ് അവരെ തേടേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നിക്കാഹിന് നിങ്ങൾ എന്ത് ചെയ്യണം? അവൾക്ക് കൃത്യമായിട്ടുള്ള മഹർ കൊടുക്കണം എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിക്കാഹ് കഴിക്കുമ്പോൾ മഹർ പറഞ്ഞിട്ടില്ലെങ്കിൽ ആ നിക്കാഹ് ശരിയാകുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു നിക്കാഹ് ശരിയാകും, ഇനി എന്ത് ചെയ്താൽ മതി? അവൾക്ക് പൊതുവെ അവളുടെ മറ്റ് സഹോദരിമാർക്കോ മറ്റോ നേരത്തെ പൊതുവെ കൊടുത്തിട്ടുള്ള ആ മഹർ കൊടുത്താൽ മതി, നിക്കാഹ് മാറ്റി കഴിക്കേണ്ടതില്ല. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ മഹർ പിന്നീട് കൊടുത്താൽ മതി. എന്നാൽ വേറെ ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളാഹ് പറഞ്ഞിട്ടുള്ളതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. അല്ലാഹു അലം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല വഹില്ല ലക്കും മാ വറാഅ ദാലികും അൻ തബ്തഗു ബിഅംവാലികും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ടാണ് അവർ അനുവദിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഷർത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും മഹറില്ലാതെ വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ വിവാഹബന്ധം പിരിച്ചിട്ട് വീണ്ടും മഹർ നിശ്ചയിച്ചിട്ട് നിക്കാഹ് കഴിക്കണം എന്നുള്ളതാണ് ശരി. അപ്പൊ മഹർ അത്രയും നിർബന്ധമുള്ള കാര്യമാണ്. മഹറില്ലാതെ വിവാഹം കഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദം നൽകിയത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമാണ്. അല്ലാഹു തആല സൂറത്തുൽ അഹ്സാബിൽ പറഞ്ഞു, വംറഅത്തുൻ മുഅ്മിന ഇൻ വഹബത് നഫ്സഹാ ലിൻ-നബി ഇൻ അറാദ അൻ-നബി വയസ്തൻകിഹഹാ ഖാലിസതൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ. ഒരു സ്ത്രീ വന്നിട്ട് അവൾക്ക് സ്വയംവരം നടത്താം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആണെങ്കിൽ അത് റസൂലുള്ളാഹിക്ക് മാത്രം അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഇൻ വഹബത് നഫ്സഹാ ലിൻ-നബി, നബിയോട് പറയാം, നബിയെ നിങ്ങൾക്ക് എന്നെ വിവാഹം കഴിക്കാം. അതായത് ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ, ഭർത്താവുള്ള സ്ത്രീക്ക് ഒറ്റ വിവാഹബന്ധം അനുവദനീയമല്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ തലാക്ക് ചെയ്ത് ഇതൊക്കെ കഴിഞ്ഞൊരു സ്ത്രീ, അതല്ലെങ്കിൽ കന്യകയായ ഒരു സ്ത്രീ, അവർക്ക് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ എന്ത് ചെയ്യാം? എന്നെ വിവാഹം കഴിച്ചുകൊള്ളൂ എന്ന് പറയാം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇൻ അറാദ നബിയു അൻ യസ്തൻകിഹഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവളെ വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ്. ഖാലിസതൻ ലക്, നബി അത് താങ്കൾക്ക് മാത്രമാണ്. മിൻ ദൂനിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അത് പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമേ മഹർ ഇല്ലാതെ പാടുള്ളൂ എന്നാണ്. എന്നാൽ മഹർ ഇല്ലാതെ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ മഹർ അത് ഒരുപാട് കൊടുക്കേണ്ട ആളുകൾ ആവശ്യമില്ല. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹർ വളരെ കുറവ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളൽ. മഹറിന്റെ അഫ്ളൽ ഏറ്റവും കുറവ് കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി പല കാര്യങ്ങളിലും ദീനിൽ പണം കുറേ ചെലവഴിക്കുന്നതിന് അഫ്ളലുണ്ട്. നമ്മൾ ഉദ്ഹിയത്തിന് വലിയ പോത്തൊക്കെ ഇറക്കുന്നതിന്
വലിയ ഉരുവിനെ തിരഞ്ഞെടുക്കുന്നത് അഫ്ളലാണ്. അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് നല്ല ഇനം കൊടുക്കുന്നതിൽ. പക്ഷേ മഹർ കൊടുക്കുന്നതിൽ ഏറ്റവും കുറവ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഅലമു നിക്കാഹി ബറക്കതൻ ഐസറുഹു മഊന, ഏറ്റവും ബറക്കത്തുള്ള നിക്കാഹ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെലവ് കുറഞ്ഞ നിക്കാഹാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരുപാട് ചെലവുള്ള നിക്കാഹ് അല്ല യഥാർത്ഥത്തിൽ അഫ്ളലായിട്ടുള്ളത്. മറിച്ച് അഫ്ളൽ എന്താണ്? അത് ഏറ്റവും കുറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഈ മഹറിന്റെ വില വർദ്ധിച്ചത് കാരണത്താൽ ഒരുപാട് പുരുഷന്മാർ അത് പ്രായമെത്തിയിട്ടും ഒരുപാട് വൈകി പോകുന്നുണ്ട്. ഒരുപാട് സ്ത്രീകൾക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. കാരണം പുരുഷന്മാർക്ക് മഹറില്ല. കാരണം സ്ത്രീകളെ, പെൺകുട്ടികളെ അങ്ങനെ ഒരു വിവാഹ ചരക്കാക്കി നിശ്ചയിക്കുകയും തൻ്റെ മകളിലൂടെ ഒരുപാട് സമ്പത്ത് നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന മാതാപിതാക്കൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്? വലിയ മഹറൊന്നും കിട്ടാത്ത, വലിയ പണക്കാരെ കിട്ടാത്തത് കൊണ്ട് പലപ്പോഴും അങ്ങനെ വിവാഹം അങ്ങനെ വൈകുക എന്നുള്ള കാര്യമുണ്ട്. അപ്പോൾ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട മസ്ലഹത്ത് അത് മഹർ വലുതാകുക എന്നുള്ളതല്ല, മറിച്ച് നാം നേരത്തെ പറഞ്ഞതുപോലെ പുരുഷനും സ്ത്രീക്കും വേണ്ട ചാരിത്ര ശുദ്ധി സൂക്ഷിക്കുക പോലെയുള്ള കാര്യമാണ്. എന്നാൽ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വിലയുണ്ട്. ഈ മഹറിന് അതിനൊരു വിലയുണ്ട്. അതിനെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് അവൻ കൊടുക്കുന്നത്, വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മഹർ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ളത് നിശ്ചയിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊരു ഹദീസ് വായിക്കുന്നുണ്ട്. അവിടുന്ന് പറഞ്ഞത് ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, നീ ഒരു ഇരുമ്പിന്റെ മോതിരം കൊണ്ടെങ്കിലും എന്ത് ചെയ്യുക? മഹറായിട്ട് കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസ് ഇപ്രകാരമാണ്. സഹൽ ബിൻ സഅദ് സാഇദ് റളിയല്ലാഹു അൻഹു പറയാൻ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. ജാഅത്ത് ഇംറഅതുഹു ഫഖാലത്, ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഇന്നി വഹബ്തു നഫ്സി ലക്, ഞാനിതാ താങ്കൾക്ക് എന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഫഖാമത്ത് ത്വീലൻ, ആ സ്ത്രീ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തു, കുറെ നേരം കാത്തു നിന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ്. അപ്പൊ ആളുകൾ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വിവാഹം കഴിച്ചതിന് പലപ്പോഴും ആളുകൾ വിമർശിക്കാറുണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കൾ. ഇങ്ങനെ സ്ത്രീകൾ ഇങ്ങോട്ട് വന്ന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിച്ചതിലധികവും മുത്തല്ലഖത്തായ, ത്വലാഖ് കഴിഞ്ഞതും അതുപോലെയുള്ള ഭർത്താവ് മരണപ്പെട്ടതുമായ സ്ത്രീകളൊക്കെയാണ്. അതല്ലാതെ കന്യകകളെ കഴിച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയെ മാത്രമാണ്. ഈ സ്ത്രീ വന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടിയില്ല. ഫഖാല റജുലുൻ, ഒരാൾ അപ്പോൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് സവ്വിജ്നിഹ, റസൂലുള്ളാഹ് എങ്കിൽ എനിക്ക് അവളെ വിവാഹം കഴിപ്പിച്ചു തന്നേക്ക്. ഇൻ ലം യകുൻ ലക ബിഹാ ഹാജ, താങ്കൾക്ക് അവളെ ആവശ്യമില്ലെങ്കിൽ, താങ്കൾ അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എനിക്ക് വിവാഹം കഴിപ്പിച്ചു തന്നോളൂ എന്നാ മനുഷ്യൻ ചോദിക്കുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ഇൻദക മിൻ ഷൈഇൻ തുസ്ദിഖുഹ, നിനക്ക് അവൾക്ക് എന്തെങ്കിലും മഹർ കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, മാ ഇൻദി ഇല്ലാ ഇസാരി ഹാദ, ഞാൻ ഈ ഉടുത്ത മുണ്ടല്ലാതെ വേറൊന്നും എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസാറുക ഇൻ അഅതൈതഹ ജലസ്ത് വലാ ഇസാറ ലക്, നീ നിന്റെ ഈ തുണി കൊടുത്താൽ നിനക്ക് പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും, വേറെ വസ്ത്രം നിന്റെ അടുത്തില്ല. അതുകൊണ്ട് ഫൽതമിസ് ഷൈ, നീ എന്തെങ്കിലും പോയി അന്വേഷിച്ചു കൊണ്ടുവാ. ഖാല മാ അജിദ്, ആ വ്യക്തി പറഞ്ഞു, എൻ്റെ അടുത്തൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഫൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, വീട്ടിൽ പോയിട്ട് ഒരു ഇരുമ്പിന്റെ മോതിരം ഉണ്ടാവില്ലേ, ആ ഇരുമ്പിന്റെ മോതിരെങ്കിലും എടുത്തുകൊണ്ടുവരും. അയാൾ ഫൽതമസ ഫലം യജിദ് ഷൈഅൻ, പോയി അന്വേഷിച്ചു, ഒന്നും തന്നെ അയാൾക്ക് കിട്ടിയില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ മഅക ഷൈഉൻ മിനൽ ഖുർആൻ, നിന്റെ അടുക്കൽ ഖുർആനിൽ നിന്ന് വല്ലതുമുണ്ടോ? അയാൾ പറഞ്ഞു, നഅം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖദ് സവ്വജ്തുകഹാ ബിമാ മഅക മിനൽ ഖുർആൻ, നിന്റെ അടുക്കൽ ഉള്ള ഖുർആൻ അത് വെച്ചുകൊണ്ട് ഞാനിതാ നിനക്ക് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് എന്ത് ചെയ്യാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറയാം. ഈ ഹദീസിൽ ഒരുപാട് ഫായദകളുണ്ട്. അതിൽ ഒന്നാമത്തേത്, ഇവിടെ സ്ത്രീ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹം കഴിക്കാൻ വേണ്ടി ആവശ്യപ്പെടുക. അത് നാം നേരത്തെ പറഞ്ഞു, അതെന്താണ്? റസൂലുള്ളാഹിക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള ഒരു ഖാസിയത്താണ്, പ്രത്യേകതയാണ്, മറ്റു മനുഷ്യർക്കില്ല. അതായത് ഒരു സ്ത്രീക്ക് വേണമെങ്കിൽ എന്നെ വിവാഹം കഴിച്ചോളൂ എന്ന് പറയാം. ഇൻ അറാദ നബിയ്യു യസ്തൻകിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവിടത്തേക്ക് അത് പറ്റും. ഖാലിസത്തൻ ലക മിൻ ദൂനിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് കൂടാതെ താങ്കൾക്ക് മാത്രമായിട്ടുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അപ്പൊ അതാണ് ഒന്ന്. അങ്ങനെ ഒരു ഫായിദ നമുക്ക് ഈ ഹദീസിൽ കാണാൻ സാധിക്കും. നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ് ആ സ്ത്രീ വന്ന് നേരിട്ട്, അവൾ വലിയൊന്നും വന്നിട്ടില്ല, ഒരു വലിയുടെ ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവാഹം കഴിക്കണമെങ്കിൽ റസൂലിനേക്കാളും മേലൊരു വലിയ ലോകത്തില്ല, സാധാരണ മനുഷ്യനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരാണ് വലിയായി വരേണ്ടത്? കാരണം അഫ്ളൽ ഖൽഖാണ്, പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വ്യക്തിയാണ്. വേറൊരു വലിയ വന്നിട്ട് വേണ്ട. കാരണം ഈ പെണ്ണിനോട്, ആ പെണ്ണിന്റെ ഉപ്പയ്ക്കുള്ളതിനേക്കാളും ആ പെണ്ണിനോട് ബാധ്യതയും പെണ്ണിനോടുള്ള കടപ്പാടും ആർക്കുണ്ടാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകും. ബാക്കിയുള്ള മനുഷ്യന്മാരെ പോലെയല്ല, നമ്മളിൽ ഒരാളെ പോലെയല്ല.
നമ്മളൊരു സ്ത്രീയെ പോയി വിവാഹം കഴിക്കുന്ന പോലെയല്ല. നമുക്ക് പല സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതില്ല. കാരണം മുഴുവൻ മനുഷ്യരോടും ഏറ്റവും അധികം കൂറുള്ള, അവർക്ക് ഏറ്റവും ഹൈറായ കാര്യം മാത്രമേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മുകളിൽ ഒരു വലിയുടെ ആവശ്യമില്ല. കാരണം സ്ത്രീയുടെ ഒരു പ്രൊട്ടക്ഷനാണ് വലി. സ്ത്രീയെ ചൂഷണം ചെയ്ത് ആരെങ്കിലും കൊണ്ടുപോകാൻ പാടില്ല, വലിയാണ് തീരുമാനിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിൽ അത് വരുന്നില്ല. അതുകൊണ്ട് വേറൊരു വലിയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആവശ്യമില്ല എന്ന്. എന്നാൽ ബാക്കി അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം നിക്കാഹ് ശരിയാവുകയില്ല. ലാ നിക്കാഹ ഇല്ലാ ബി വലി, വലിയില്ലാതെ നിക്കാഹില്ല. ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, വലിയില്ലാതെ ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. ഞാൻ നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല എന്നാണ്. രണ്ടാമത്തെ ഹദീസിലുള്ള ഫായിദ സ്വഹാബികളുടെ ദാരിദ്ര്യം അറിയിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, ഉടുത്ത മുണ്ടല്ലാതെ മറ്റൊന്നുമില്ല. ആലോചിച്ച് നോക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ഭാഗ്യം ലഭിച്ച സ്വഹാബത്താണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റളിയല്ലാഹു അൻഹും വറദു അൻഹു, ഞാൻ അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ എന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് പറഞ്ഞ സ്വഹാബികളാണത്. അവരുടെ കൂട്ടത്തിൽ ദരിദ്രന്മാരുണ്ട്. അത് നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ പലപ്പോഴും പലരും ചിന്തിച്ചേക്കും. എന്താണ് ചിന്തിക്കുക? എനിക്ക് എന്തെങ്കിലുമൊക്കെ കുറവുള്ളത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹു എന്നെ കൈവിട്ടതായിരിക്കും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആദ്യം ആരെ കൈവിട്ടു നമ്മൾ ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്, അവിടുത്തെ സ്വഹാബികൾ എത്ര ദാരിദ്ര്യത്തിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത് രോഗം പോലെയാണ്. അത് ചിലപ്പോൾ നമ്മൾ എത്ര തടുത്താലും അത് എന്ത് ചെയ്യുകയില്ല, തടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല. രോഗം പോലെയാണ്. നമ്മൾ ആഗ്രഹിക്കാനും പാടില്ല. രോഗം നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല, അതുപോലെ ദാരിദ്ര്യം ആഗ്രഹിക്കാൻ പാടില്ല. ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത്. കഴിവുണ്ടായിട്ട് പണിക്ക് പോകാതിരിക്കുക, അത് പാടില്ല. അധ്വാനിക്കണം. പക്ഷെ എന്ത് നമ്മൾ കഷ്ടപ്പെട്ടാലും ശരി, ചിലർക്ക് ദാരിദ്ര്യം ഉണ്ടായേ തീരൂ. അല്ലെ, നമ്മൾ എത്ര തന്നെ രോഗം വരാതിരിക്കാനുള്ള മരുന്ന് കുടിച്ചാലും ശരി, രോഗം വന്നേ തീരൂ എന്നതുപോലെ ദാരിദ്ര്യം ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് സമാധാനമാകേണ്ട കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ടുണ്ട്. അവിടുത്തെ സ്വഹാബികൾ ദാരിദ്ര്യത്തിൽ ജീവിച്ചിട്ടുണ്ട്. എത്രത്തോളം അല്ല, ഇന്നൊക്കെ ഇങ്ങനെയുള്ള ഒരാളെ നമ്മൾ ചിലപ്പോൾ കാണും. ഇങ്ങനെ വീട്ടിലൊറ്റ ഉടുക്കാനൊരു തുണിയേ ഉള്ളൂ. നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഉടുതുണിക്ക് മറുതുണി ഇല്ല എന്നുള്ളത്, അല്ലെ? ഇന്ന് അങ്ങനെയുള്ള ഒരാൾ ചിലപ്പോൾ നമുക്ക് കാണാൻ പോലും സാധിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്, അൻസാരികളുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശരിയാണ്, അവരുടെ കൂട്ടത്തിൽ വലിയ പണക്കാരും ഉണ്ടായിട്ടുണ്ട്, വലിയ സമ്പന്നന്മാർ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ദരിദ്രരുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അതൊരു ഫായിദയാണ്. മറ്റൊന്ന് സ്വഹാബികളുടെ മര്യാദയാണ്. ആണോ, എനിക്ക് നേരെ വിവാഹം കഴിച്ചാറെന്ന് പറഞ്ഞിട്ടില്ല. ഇല്ലം യകുൻ ലക ബിഹാ ഹാജ ഫസവ്വിജ്നിഹാ, താങ്കൾക്ക് അവളെ താല്പര്യമില്ലെങ്കിൽ എനിക്ക് വിവാഹം കഴിച്ചെന്നോളൂ. കാരണം റസൂലിന് താല്പര്യമുണ്ടോ ഇല്ലെന്ന് അറിയില്ല. കാരണം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നേരെ എനിക്ക് കഴിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം റസൂൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ആഗ്രഹിക്കുന്നത് അവർക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യാണ്, താങ്കൾക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് വിവാഹം ചെയ്തു തന്നോളൂ എന്ന മര്യാദയുടെ വാക്ക് സ്വഹാബികളുടെ പലപ്പോഴും നമുക്കത് ഹദീസുകളിൽ കാണാൻ സാധിക്കുന്ന കാര്യമാണ്. മറ്റൊരു ഫായിദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മതി. ഇവിടെ ഈ വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. ആ പെണ്ണിന്റെ ഉപ്പ വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തമായി സ്വീകരിക്കാനും സാധിക്കും, മറ്റൊരാളെ വിവാഹം കഴിപ്പിക്കാനും സാധിക്കും. കാരണം അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, ഒരു നബി എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് സ്വശരീരത്തെക്കാളും ഏറ്റവും അടുത്ത ആളായിരിക്കും. ഏറ്റവും വലിയ വലി, നമുക്ക് നമ്മുടെ ശരീരത്തിനോട് നമുക്ക് എത്രമാത്രം കൂറുണ്ടാകും, അതിനേക്കാളും നമ്മോട് കൂറ് ആർക്കുണ്ടാകും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാകും. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അതുകൊണ്ട് വേറൊരു ഖൈറായ വലി ഇല്ല. എന്നാൽ ബാക്കിയുള്ള ആളുകൾ ലാ നിക്കാഹ ഇല്ലാ ബി വലി, വലിയില്ലാതെ മറ്റൊരാൾക്കും പാടില്ല എന്നാണ്. അതുപോലെ മറ്റൊരു ഫായിദയാണ് അന്ന സദാഖ യസിഖു ബികുല്ലി ഖലീലിൻ വ കസീർ. മഹർ എന്ന് പറയും, സദാഖ് എന്ന് പറഞ്ഞാൽ മഹറാണ്. അത് എത്ര കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും അത് ശരിയാകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, ഒരു ഇരുമ്പിന്റെ മോതിരമെങ്കിലും കൊണ്ടുവരാനാണ് പറഞ്ഞത്. അപ്പൊ മഹർ ഇങ്ങനെ ഒരുപാട് ഉണ്ടാകണം എന്നൊന്നുമില്ല, കുറഞ്ഞ മഹർ തന്നെ മതിയായതാണ്. അത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് സ്വർണത്തിന്റെ വിലയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ പൊതുവെ കൊടുക്കുന്ന മഹർ സ്വർണ്ണമാണ്. സ്വർണത്തിന്റെ വില പെട്ടെന്നില്ലാത്ത ഒരു 5 വർഷം മുമ്പോ 10 വർഷം മുമ്പോ ഇല്ലാത്ത രൂപത്തിൽ പെട്ടെന്ന് അതിന്റെ വില കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇന്നുള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം മഹറിന്റെ വില നേരത്തെ കൊടുത്ത കണക്ക് വെച്ച് കൊടുക്കാൻ അവർക്ക് വലിയ പ്രയാസം ഉണ്ടാകും. നേരത്തെ 5 പവൻ കൊടുത്ത കണക്കിൽ ഇവൻ ഇന്ന് അത് സാധിക്കുകയില്ല. ഇന്ന് ചിലപ്പോൾ അതിന്റെ തുല്യമായിട്ടൊരു പവൻ പോലും വാങ്ങിക്കാനുള്ള പ്രയാസം ഉണ്ടാകും. അപ്പൊ അത്രയും വലിയ പ്രയാസമുണ്ട്. അതുകൊണ്ട് മഹർ അങ്ങനെ ഒരുപാട് വലിയത് കൊടുക്കണം എന്നില്ല, വളരെ കുറഞ്ഞത് കൊടുത്താൽ തന്നെ മതി. ഇൽതമിസ് വലൗ ഖാതമൻ മിൻ ഹദീദ്, നിക്കാഹ് നടക്കണം, മഹറിന്റെ പേരിൽ നിക്കാഹ് നടക്കാതിരിക്കരുത് എന്നതാണ് ഇവിടെ. പക്ഷെ ഇന്ന് നമുക്കറിയാം, അറബ് രാജ്യങ്ങളിൽ പോലും പലപ്പോഴും ഒരുപാട് യുവാക്കൾ ഈ വിഷയത്തിൽ പ്രയാസപ്പെടുന്നുണ്ട് എന്നുള്ളത് അറിയപ്പെട്ട കാര്യമാണ്. കാരണം അവിടെയുള്ള വർദ്ധിച്ച മഹറിന്റെ
കാരണത്താൽ പലപ്പോഴും അറബ് രാജ്യങ്ങളിൽ പോലും ചെറുപ്പക്കാർക്ക് വലിയ പ്രയാസം. കാരണം അവിടെ മഹർ അത് വലിയ തുകയാണ്. അതോടൊപ്പം അവർക്ക് വേണ്ട കാറ് വേണം, വീട് വേണം, ആ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ടത് കൊണ്ട് പലപ്പോഴും പ്രായം അത് വർദ്ധിക്കാറുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ദീനുള്ള ആളുകൾ അത് പരിഗണിക്കുന്നതാണ്. അതല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഇത് പ്രയാസമാകുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അത് വേറൊരു നിലയ്ക്കിപ്പോൾ അങ്ങനെയുണ്ട്. കാരണം നാട്ടിൽ പൊതുവേ കൊടുത്തു വരുന്നത് എത്ര പവനാണ് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും ചെറുപ്പക്കാർക്ക് അത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടത് സമൂഹം ശരിക്കും തിരിച്ചറിയേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ഈ സ്വർണം തന്നെ കൊടുക്കണം യാതൊരു നിർബന്ധമില്ല. ഒരാൾക്ക് വെള്ളി കൊടുത്താൽ മതി. വെള്ളിയുടെ മാലയോ വെള്ളിയുടെ മോതിരമോ വെള്ളിയുടെ വളയോ ഇതൊക്കെ അനുവദനീയമായ കാര്യമാണ്. വിവാഹം നടക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും കാര്യം നടക്കേണ്ടത്. പക്ഷേ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, ആളുകൾ പരിഗണിക്കുക വലിയ പണത്തിനെയും മറ്റുമൊക്കെയാണ് പരിഗണിക്കുക, അല്ലെ? എത്രത്തോളം ഒരു സ്ത്രീയെ വിവാഹം അന്വേഷിച്ചു വന്നു. ഒരാൾ നല്ല ദീനുണ്ട്, മറ്റേ ആൾ അത്ര വലിയ ദീനില്ല, പക്ഷെ സാമ്പത്തികമായി ചിലപ്പോൾ ഒരുപാട് മഹറൊക്കെ കൊടുക്കാനും അങ്ങനെ വലിയ നിലക്ക് കല്യാണം നടത്താനൊക്കെ സാധിക്കും. പലപ്പോഴും ദീനുള്ള ആളുകൾ ഉപേക്ഷിക്കുകയും ഇത്തരക്കാരായ ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നുള്ള സമൂഹത്തിൽ കാണുന്നുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇദാ ജാഅകും മൻ തർലൗന ദീനഹു വഖുലുഖഹു ഫഅൻകിഹു, ദീനും സ്വഭാവവും നന്നായ ഒരാൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ മകളെ അന്വേഷിച്ചു വന്നാൽ ഫഅൻകിഹുഹു, നിങ്ങൾ എന്ത് ചെയ്യണം, അവർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പലപ്പോഴും ഇതാണ് ഈ കാര്യമാണ് നോക്കുന്നത്. അപ്പോൾ വിവാഹത്തിന് നിശ്ചയിച്ചിട്ടുള്ള മഹർ അതങ്ങനെ വലിയ മഹർ നിശ്ചയിക്കപ്പെടുക എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല, അതിന് യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് വിവാഹബന്ധം നന്നാകണമെന്നോ ബറക്കത്തുള്ളതാകണമെന്നോ ഇല്ല. മറിച്ച് ഓരോരുത്തർക്കും സാധിക്കുന്നതാണ്, അല്ലെ? പലപ്പോഴും സമൂഹം അങ്ങനെയാണ് കൊടുക്കുന്നത്, മറ്റുള്ള ആളുകൾ എത്രയാണ് കൊടുക്കുന്നത് അങ്ങനെയല്ല. ഓരോ വ്യക്തിക്കും എന്താണ് സാധിക്കുന്നത് അവൻ കൊടുത്താൽ മതി. വലിയ പണക്കാരൻ അവന് സാധിക്കുന്ന രൂപത്തിൽ അവൻ കൊടുത്തു കൊള്ളട്ടെ, കുഴപ്പമില്ല. നമുക്ക് വേറൊരു ഹദീസിൽ കാണാം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വിവാഹം കഴിച്ചപ്പോൾ അദ്ദേഹം ഒരു ഈത്തപ്പഴക്കുരുവിന്റെ അത്രയും വലിപ്പമുള്ള സ്വർണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ഈത്തപ്പഴക്കുരുവിന്റെ അത്രയും. അത് ആ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ വളരെ കുറവുമല്ല വളരെ കൂടുതലുമല്ല, എന്നാൽ അദ്ദേഹത്തിന് ഇത് കൊടുക്കാൻ സാധിക്കും. എന്നാൽ ഈ പറഞ്ഞ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു ഇരുമ്പിന്റെ മോതിരം കൊടുത്താൽ മതി എന്നാണ്. ഓരോരുത്തരും അവനവന്റെ അവസ്ഥ പരിഗണിച്ചിട്ട് ചെയ്യണം. പക്ഷെ സമൂഹം പലപ്പോഴും നിക്കാഹും കല്യാണവും ഒക്കെ നടത്തുന്നത് സാമൂഹികമായി ഈ നാട്ടിൽ എങ്ങനെയാണ് നിക്കാഹ് നടത്തുന്നത് അതുപോലെ നമുക്ക് നടക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. യഥാർത്ഥത്തിൽ പെണ്ണിന്റെയും അതുപോലെ തന്നെ ചെറുക്കന്റെയും കുടുംബക്കാർ പരസ്പരം ഇരുന്ന് നമുക്ക് നിക്കാഹ് ഇങ്ങനെ മതി, നമുക്കിങ്ങനെ ആർഭാടത്തിലേക്ക് പോകേണ്ടതില്ല, ഇങ്ങനെ ജാട കൊണ്ടുവരേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ വിവാഹങ്ങൾ കഴിയും. അനാവശ്യമായ ചെലവുകൾ നടന്നുകൊണ്ട് പലപ്പോഴും വിവാഹം ഇങ്ങനെ വൈകിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളെ ഒന്ന് വിവാഹം കഴിപ്പിച്ചു വിടണമെങ്കിൽ ഇന്ന് സമൂഹത്തിൽ നമ്മൾ പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ റൂം തയ്യാറാക്കണമെങ്കിൽ അതിന് ഇത്ര ലക്ഷം അത് വേണം, അത് ഇന്ന ചെലവ് അങ്ങനെ പറഞ്ഞ് വിവാഹത്തിന്റെ മസ്ലഹത്ത് അത് വളരെയധികം അത് പരിഗണിക്കപ്പെടാതെ ഇങ്ങനെ മറ്റുള്ള ഭൗതികമായ കാര്യങ്ങളാണ് പരിഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. മഹർ അത് എളുപ്പമുള്ളതാക്കുക, അത് വളരെ ബറക്കത്തുള്ള കാര്യമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മഹറായിട്ട് എന്ത് തന്നെ നിർബന്ധമില്ല, ഒരു വസ്തു തന്നെ നിർബന്ധമില്ല എന്ന് ഈ ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മോതിരം പോലും ഇല്ലാത്ത വ്യക്തിയോട് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ പറഞ്ഞത്? നിന്റെ അടുക്കൽ വല്ല ഖുർആനുമുണ്ടോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് തന്നെ മതിയായതാണ്. ഖുർആൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില റിവായത്തിൽ കാണാൻ സാധിക്കും നീ എന്തെങ്കിലുമൊക്കെ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ എന്നാണ്. മല്ലദി മഅക്, അവൻ പറയുന്നുണ്ട് സൂറത്ത് കദാ വകദാ, ഇന്ന സൂറത്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അല്ലിംഹ, അപ്പോൾ അത് പഠിപ്പിക്കാനാണ് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു ഒരു സൂറത്ത് അത് ഹിഫ്ളാക്കി പഠിപ്പിക്കുകയോ അത് നിക്കാഹ് കഴിയാം. കാരണം മഹർ എപ്പോഴും എന്ത് ചെയ്യുക, ഉടനെ കൊടുക്കണം നിർബന്ധമില്ല. മഹർ നമുക്ക് കടം പറയൽ അനുവദനീയമാണ്, മഹർ പിന്നീട് തരാം എന്ന് പറയൽ അനുവദനീയമാണ്. അല്ലാതെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കൊടുത്തിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. പറഞ്ഞാൽ മതി മഹറുണ്ട് എന്ന് പറഞ്ഞാൽ മതി, അത് പിന്നീട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കയ്യിലുള്ള ഖുർആൻ എന്നതാണെന്ന് പറയുമ്പോൾ അത് പഠിപ്പിക്കുക. ഉദാഹരണത്തിന് ഒരാൾ സൂറത്തുൽ ബഖറ അയാൾക്ക് ഹിഫ്ളുണ്ട്, അത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അതല്ലെങ്കിൽ അതിന്റെ തജ്വീദോടുകൂടി ഖുർആൻ മുഴുവൻ ഓതാൻ ഒരാൾ പറയും ഞാനത് പഠിപ്പിച്ചു കൊടുക്കും. ഖുർആൻ ഓതാൻ അറിയാത്ത ഒരു സ്ത്രീയാണ്, അപ്പം ഞാനത് പഠിപ്പിച്ചു കൊടുക്കും. അതവർ അംഗീകരിക്കുകയാണെങ്കിൽ അത് മതിയായതാണ്. അല്ലാതെ ഇത്ര കൊണ്ട് പഠിപ്പിച്ചു കൊടുക്കുക, അത് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഹിഫ്ള് പഠിപ്പിച്ചു കൊടുക്കുക. പലരും ഇത് തെറ്റിദ്ധരിച്ച് മുസ്ഹഫ് കൊടുക്കലാന്ന് ധരിച്ചിട്ടുണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത് എന്തായാലും അതല്ല, അതൊന്നും ഒരു സുന്നത്താണെന്ന് തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ മുസ്ഹഫ് ഒന്നും റസൂലുള്ളാഹിന്റെ കാലത്ത് ഉണ്ടായിട്ടില്ല. മറിച്ച് ഖുർആൻ എന്താണുള്ളത് എന്നാ ചോദിച്ചല്ല, മുസ്ഹഫ് കൊടുക്കല, അത് വളരെ എളുപ്പമുള്ള കാര്യം. മുസ്ഹഫ് വാങ്ങിയിട്ട് വേഗം കൊടുക്കുക അല്ല, നീ ഖുർആൻ പഠിച്ചിട്ട് അത് നീ പഠിപ്പിച്ചു കൊടുത്താലും മതി, അത് അനുവദനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കാണാൻ സാധിക്കും. സവ്വജ്തുകഹാ ബിമാ മഅക മിനൽ ഖുർആൻ
എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ അടുത്തുള്ള ഖുർആൻ കൊണ്ട് ഞാനിതാ എന്ത് ചെയ്തിട്ടുണ്ട്, അവളെ വിവാഹം കഴിപ്പിച്ചു തന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് അനുവദനീയമാണ്. അതല്ലാതെ സ്വർണവും വെള്ളിയും വസ്തുവകകളും മാത്രം അല്ല, എന്തും അനുവദനീയമാണ്. കച്ചവടം ഇതുപോലുള്ള വസ്തുക്കളും അനുവദനീയമാണ്. അതുപോലെ തന്നെ കച്ചവടം അനുവദനീയമാകുന്ന എന്തും, കച്ചവടമോ വാടകയോ അനുവദനീയമാകുന്ന എന്തും കൊടുക്കാം. ഒരാൾ പറയാണ് ഞാനിതൊരു ടൈലറിംഗ് മെഷീൻ കൊടുക്കാൻ, അനുവദനീയമാണ്. വേറൊരാൾ പറയാണ് ഞാനൊരു വാഷിംഗ് മെഷീൻ കൊടുക്കാൻ, അനുവദനീയമാണ്. എന്തു വേണമെങ്കിലും കൊടുക്കാം, എന്തു വേണമെങ്കിലും ഒരാൾക്ക് കൊടുക്കാവുന്നതാണ്. നമുക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുമ്പോൾ എന്താണ് ഏറ്റെടുത്തിട്ടുള്ളത്? നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം 8 വർഷം ജോലി ചെയ്യാമെന്നാണ്, ആടിനെ മേയ്ക്കാമെന്നുള്ള കാര്യമാണ് അദ്ദേഹം ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് അദ്ദേഹം വിവാഹം ചെയ്യുന്നത്. അപ്പം അത് അനുവദനീയമാണ്. ആ ജോലി ഏറ്റെടുക്കാമെന്നാണ്. അല്ല, ഒരു വീട്, ആ വീടിന്റെ പണി ഞാൻ ഏറ്റെടുക്കാം, വീട് ഞാൻ ചെയ്യാം, വീടിന്റെ വസ്തുക്കളൊക്കെ പെണ്ണിന്റെ ഉപ്പ തന്നെ ഇറക്കും, പക്ഷേ അതിന്റെ പണി ഞാൻ ഏറ്റെടുക്കും, ഞാൻ വീടിന്റെ പണി മൊത്തം തീർക്കും. മതി. ഒരാളുടെ അധ്വാനം അത് മഹറായി നിശ്ചയിക്കപ്പെടാം, ഒരാളുടെ പണം അത് മഹറായി നിശ്ചയിക്കപ്പെടാം. അല്ലാതെ സ്വർണ്ണോ വെള്ളിയോ ഇത് മാത്രമല്ല, എന്തും അത് മഹറായി നിശ്ചയിക്കപ്പെടാൻ അനുവദനീയമായ കാര്യം. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് മഹർ എന്നുള്ളത് അതെപ്പോഴും ഒരു തുക തന്നെ ആവണമെന്നോ അതല്ലെങ്കിൽ സ്വർണമോ വെള്ളിയോ തന്നെ ആകണമെന്നോ എന്നില്ല. മറിച്ച് ഒരാൾക്ക് വേണമെങ്കിൽ മഹറായിട്ട് അയാളുടെ അധ്വാനമോ അതല്ലെങ്കിൽ ആ രൂപത്തിലുള്ള വസ്തുക്കളോ നിശ്ചയിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ആ 2 പെൺകുട്ടികളുടെ ഉപ്പ പറഞ്ഞതുപോലെ, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ഇബ്നതയ്യ ഹാതൈനി അല അൻ തഅജുറനി 8 ഹിജജ്. ഞാനിതാ എൻ്റെ ഈ 2 പെൺമക്കളിൽ ഒരാളെ താങ്കൾക്ക് ഇതാ വിവാഹം കഴിപ്പിച്ചു തരാൻ ഉദ്ദേശിക്കുകയാണ്. അല അൻ തഅജുറനി 8 ഹിജജ്. 8 വർഷം താങ്കൾ എന്ത് ചെയ്യണം, എനിക്ക് വാടക എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അതായത് ആടിനെ നോക്കുക എന്നുള്ളത് 8 വർഷം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അതൊരാൾക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ്. ആ നിലക്ക് അമ്പിയാക്കൾക്ക് വിവാഹം അങ്ങനെ നടന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളുടെ വിവാഹം ആ നിലക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹറുകളെല്ലാം വളരെ എളുപ്പമുള്ള മഹറുകളാണ്. സ്വഹാബികളുടേതും അങ്ങനെ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. പക്ഷെ ഇന്ന് പലപ്പോഴും വലിയ തുകയായിട്ടുള്ള മഹറും അതുപോലെ തന്നെ വലിയ ആർഭാടമായിട്ടുള്ള കല്യാണവും പല നിക്കാഹുകളും അത് വൈകാനും മറ്റുമൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പം അതിന് നമ്മൾ ഈ സമൂഹത്തിന്റെ ഇടയിലുള്ള ഈ ജാട ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അതിന് ഇരു കൂട്ടരും തയ്യാറാവുക എന്നുള്ളതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു ഫായിദ ഇവിടെ പറയുന്നത് അന്നഹു യജൂസു തഅലീമുൽ ഖുർആൻ ബിൽ ഉജ്റ. ഖുർആൻ അതിനൊരു ഫീസ് വാങ്ങിക്കൊണ്ട് പഠിപ്പിക്കുക എന്നുള്ളത് അനുവദനീയമാണ് എന്നതിൽ നിന്ന് കിട്ടും. കാരണം അങ്ങനെയുള്ളൊരു കാര്യമാണ്. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മഹറായി നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ മഹറായി നിശ്ചയിക്കപ്പെട്ട കാര്യം അത് പഠിപ്പിച്ചു കൊടുക്കാവുന്ന കാര്യമാണ്. അല്ലൊരു തുകക്ക് പകരമായിട്ടാണ് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള കാര്യം. ഇപ്പൊ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, അപ്പൊ അത് അനുവദനീയമാണ്. എങ്ങനെയാണത്? ഒരാൾ പറഞ്ഞാണ് ഞാൻ തജ്വീദ് പഠിപ്പിച്ചു തരാം, അതല്ലെങ്കിൽ അതിന്റെ തഫ്സീർ പഠിപ്പിച്ചു തരാം, അതല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലുമൊക്കെ പാരായണ നിയമങ്ങൾ അത് ഞാൻ പഠിപ്പിച്ചു തരാം. അത് ഒരാൾക്ക് അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഫീസ് ഏർപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അത് തെറ്റില്ല. കാരണം ഹദീസിലുണ്ട് ഇന്ന അഹക്ക മാ അഖദ്തും അലൈഹി അജ്റ കിതാബുല്ലാഹ്. നിങ്ങൾ അജ്ർ വാങ്ങുന്നതിൽ ഏറ്റവും മുന്തിയ കാര്യം അത് അള്ളാഹുവിന്റെ കിതാബിൽ നിന്നാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിൽ നിന്ന് വല്ലത് ഓതിത്തരാൻ എനിക്ക് ഇത്ര പൈസ തരണം, അല്ല ഒരു ഇബാദത്ത്, അല്ല ഖുർആൻ ഓതുക എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്, ഞാൻ ഇത്ര നേരം അരമണിക്കൂർ ഓതാം, അതിന് എനിക്ക് ഇത്ര പൈസ തരണം എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് വാങ്ങിക്കാൻ അത് അനുവദനീയമല്ല, അത് ഹറാമായ കാര്യമാണ്. ഞാൻ ഖുർആൻ ഓതുക അതിന് ഇത്ര പൈസ തരണം അല്ല, ഇതൊരാളുടെ പഠനമാണ്. അയാളുടെ അധ്വാനവും അയാളുടെ സമയവും നീക്കി വെച്ചതിന് പകരമായിട്ടുള്ള മുക്കാഫത്താണ് അയാൾക്ക് എന്ത് ചെയ്യുന്നത്, നിശ്ചയിക്കുന്നത്. അതൊരാൾക്ക് അനുവദനീയമായ കാര്യമാണ്. കാരണം അതിനുവേണ്ടി ആളുകൾ മാറിയിരുന്നിട്ടില്ല എങ്കിൽ പിന്നെ ആരാണ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കുക? ഖുർആൻ പഠിപ്പിക്കാൻ ആരുമില്ല, എല്ലാവരും അവരവരെ ജോലി നോക്കിപ്പോയി. അങ്ങനെയാണ് പിന്നെ ഇത് പഠിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല, വലിയ മസ്ലഹത്തുകൾ നഷ്ടപ്പെട്ടു പോകും, പള്ളികളിൽ ഇമാമുകളെ കിട്ടാതായി പോകും, അതിലാരും തയ്യാറാവുകയില്ല. അപ്പോൾ അതവർക്ക് അനുവദനീയമായ കാര്യമാണ്, അത് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് എന്ന് കാണാം. ഇവിടെ ഖുർആനാണ് എന്ത് ചെയ്തിട്ട് മഹറിന്റെ പകരമായി നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഓതിയിട്ട് അതിന് പണം വാങ്ങിക്കുക, ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നത് അത് ശരിയല്ല. ഏതുപോലെ അദ്ദേഹം പറയുന്നുണ്ട്, ചില ആളുകൾ മൻ യഅ്തൂന ബിൽ ഖുർആൻ ബഅദൽ മൗത്തിൽ മയ്യിത്ത്, മരിച്ച വീട്ടിലേക്ക് എത്തും, എന്നിട്ട് ഇന്ന സൂറത്തുകളൊക്കെ ഓതുകയും എന്നിട്ട് അതിന് പണം വാങ്ങുകയും ചെയ്യും. അത് ഹറാമായ കാര്യമാണ്. ഒന്ന്, അയാൾ ഒരു ഇബാദത്തിനാണ് പൈസ വാങ്ങിക്കുന്നത്, അല്ലെ ഖുർആൻ യാസീൻ ഓതി എന്നിട്ട് പൈസ മേടിക്കുക, അല്ലെങ്കിൽ ഇന്ന സൂറത്ത് ഓതി പൈസ മേടിക്കുക. രണ്ടാമത്തേത് മയ്യത്തിന് യാതൊരു ഉപകാരം കിട്ടുന്ന കാര്യവുമല്ല, മറിച്ചൊരു ബിദ്അത്താണ്, യാതൊരു ഉപകാരം കിട്ടുന്ന കാര്യവുമല്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് അത് പ്രത്യേകം പറയുന്നത് കാണാൻ സാധിക്കും.
അതുപോലെ സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുക്കൽ ജഅഫ്രാന്റെ കുങ്കുമത്തിന്റെ ചില അടയാളങ്ങൾ കാണിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ കാര്യം എന്ന രൂപത്തിലൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, യാ റസൂലല്ലാഹ് തസവ്വജ്തു ഇംറഅ. അഥവാ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാൻ, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. മാ അസ്ദഖത്ഹാ, നീ എന്താണ് അവൾക്ക് മെഹറായി കൊടുത്തത്? അപ്പോൾ പറഞ്ഞു, വസ്ന നവാത്ത് മിൻ ദഹബ്, ഒരു ഈത്തപ്പഴ കുരുവിന്റെ അത്രയും സ്വർണ്ണമാണ് ഞാൻ നൽകിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫബാറകല്ലാഹു ലക് ഔലിം വലൗ ബിശാത്ത്, ദുആ ചെയ്തു, അള്ളാഹു നിനക്ക് ബറക്കത്ത് ചെയ്യട്ടെ, നീ ഒരു ആടിനെ അറുത്തുകൊണ്ട് വലീമ നടത്തട്ടെ. ഈ ഹദീസിലും ഒരുപാട് ഫായതകളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുടെ കാര്യങ്ങളൊക്കെ പ്രത്യേകം അന്വേഷിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. സ്വഹാബികൾ പ്രത്യേക കണ്ടപ്പോൾ, വിവാഹം കഴിഞ്ഞ ഒരു രൂപം കണ്ടപ്പോൾ, അവിടുന്ന് ഉള്ള ശീലമായിരിക്കും അങ്ങനെ കുങ്കുമത്തിന്റെ ചില അടയാളങ്ങൾ വസ്ത്രത്തിലോ മുഖത്തോ മറ്റോ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദിച്ചു, എന്താണ് നിന്റെ കാര്യം? അപ്പോഴാണ് സ്വഹാബി പറയുന്നത്, യാ റസൂലല്ലാഹ് തസവ്വജ്തു ഇംറഅ, ഞാനൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു എന്നുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്തിട്ടില്ല? അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, ഗൈബൊന്നും അറിഞ്ഞിട്ടില്ല. രണ്ടാമത്തേത്, വിവാഹം അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയുടെ നേതാവാണ്, അല്ലെ, അഫ്ളൽ ഖൽഖാണ്. ആ റസൂലുള്ളാഹിനെ അറിയിക്കാതെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വിവാഹം കഴിച്ചത്. അതൊരു ആക്ഷേപമായിട്ട്, അതൊരു തെറ്റായെന്ന് റസൂലുള്ള പറയും. മുസ്ലിമീങ്ങൾക്ക് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുക തന്നെ ചെയ്യും. അവിടുന്ന് പറഞ്ഞിട്ടില്ല. അതായത് ഒരു ആളോ അറിയിച്ചിട്ടില്ല എന്നുള്ളത് വലിയ പ്രശ്നമല്ല. പലപ്പോഴും നമുക്കൊന്നും അങ്ങനെയല്ല. നമ്മൾ അറിയിച്ചിട്ടില്ല എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് വലിയ പ്രയാസമായിരിക്കും. അതിന്റെ ആവശ്യമില്ല എന്ന് നമുക്ക് ഈ ഹദീസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് വലിയ സ്വഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹിനെ അറിയാതെയാണ് വിവാഹം കഴിച്ചത്. അപ്പൊ നമ്മളെ ഒരാൾ അറിയിച്ചില്ല, നമ്മളെ കല്യാണത്തിന് വിളിച്ചില്ല, ഇതൊക്കെ ഒരു പ്രയാസമായി, വലിയ പ്രശ്നമായി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അതിന്റെ ആവശ്യമില്ല. ചിലപ്പോൾ മറന്നതായിരിക്കാം, അത് ആളെ കുറക്കാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കിയതായിരിക്കും. എന്തെല്ലാം ന്യായങ്ങൾ നമുക്ക് വക വെച്ചു കൊടുക്കാം. നമ്മൾ അറിയിച്ചിട്ടില്ല എന്നുള്ളത്. നമ്മൾ ആരാണ്? റസൂലുള്ളാഹിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരുമല്ല. അത് നമുക്കൊരു പ്രയാസം ഉണ്ടാകേണ്ട കാര്യം. ഒരാൾ നമ്മൾ വിവാഹത്തിൽ വിളിച്ചില്ല, പലപ്പോഴും ആളുകൾ തമ്മിൽ തെറ്റാനും കണ്ടാൽ മിണ്ടാതിരിക്കാനും വലിയ പ്രയാസങ്ങൾ ഉണ്ടാകാൻ, നമ്മളെ വിളിച്ചില്ല, നമ്മളെ ക്ഷണിച്ചില്ല, നമ്മൾ ആരാണ്? നമ്മൾ ചിന്തിച്ചാൽ മതി, എന്നെ വിളിച്ചിട്ട് ഇപ്പം എന്താ പ്രശ്നം? ഒരു പ്രശ്നമല്ല, മറന്നുപോയതാകാം. അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കിയാൽ പോലും യാതൊരു നിർബന്ധമുള്ള കാര്യമല്ല, എല്ലാവരെയും ക്ഷണിക്കണം നിർബന്ധമുള്ള കാര്യമല്ല. ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഇനി രണ്ടാമത്തേത്, മഹറിന്റെ പ്രാധാന്യത്തെ അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. മാ അസ്ദഖ്തഹ, എന്താണ് അവൾക്ക് മഹർ കൊടുത്തത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ ചോദിച്ചത്. മഹറിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പെട്ടെന്ന് ആ കാര്യം ചോദിച്ചത് എന്നുള്ളതാണ്. മൂന്നാമത്തത് ദുആയാണ്. ഫബാറകല്ലാഹു ലക്, ചില റിവായത്തിൽ ബാറകല്ലാഹു ലക വബാറക അലൈക വജമാ ബൈനകുമാ ഫീ ഖൈർ, ഈ ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇരു കൂട്ടർക്കും ഇടയിൽ ബറക്കത്ത് ഉണ്ടാകാനും വിവാഹം കഴിക്കുന്ന വധുവിന് വരവനൊക്കെ ബറക്കത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. അത് എന്ത് ചെയ്യണം? അത് പ്രാർത്ഥിക്കണം. അത് അവർക്ക് വലിയ ഖൈറുണ്ടാകുന്ന കാര്യമാണ്. അവർക്ക് നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം ആ ദുആ തന്നെയാണ്. പിന്നീട് ഇവിടുത്തെ വലീമ നടത്താൻ പറയുന്നുണ്ട്. ഔലിം വലോ ബിഷാത്ത്, കാരണം അദ്ദേഹത്തിന് സാമ്പത്തികമായ കഴിവുണ്ട്. അതുകൊണ്ട് ആടിനെ അറുത്തിട്ട് വലീമ നടത്തി ആളുകളെ അറിയിക്കുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. അല്ലെ, ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ നിലക്ക് ഒരു ആടിനെയൊക്കെ അറുത്ത്, അല്ലെങ്കിൽ ആട് അങ്ങനെ ബിരിയാണിയോ മറ്റോ ഒക്കെ കൊടുത്താൽ അത് വലിയ എന്തോ ഒരു ഗുലുവാണ്, അതൊരു പരിധി വിടലാണ് അല്ലെങ്കിൽ അതൊരു തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹം എന്ന് പറഞ്ഞാൽ ചായയും കടിയും മാത്രം കൊടുത്താലേ ശരിയാവുക, അതാണ് സുന്നത്ത്. അങ്ങനെയൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിം വലോ ബിഷാത്ത്, ആടിനെ അർത്ഥമുണ്ടെങ്കിലും എന്ത് ചെയ്തിട്ടുണ്ട്? കഴിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്രാഫ് ഉണ്ടാകാൻ പാടില്ല, ദുർവ്യയം നടത്താൻ പാടില്ല, പൊങ്ങച്ചം ഉണ്ടാകാൻ പാടില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി വലിയ പരിപാടിയും പറട്ടി ആളുകളൊക്കെ പറഞ്ഞ് നമ്മളെ പരിപാടി അങ്ങനെയാണ്, നമ്മൾ അങ്ങനെ നടത്തി, ഇത്ര ഭക്ഷണം കൊടുത്തു, എന്നിട്ട് ഒരുപാട് വേസ്റ്റാക്കി കളയുക. ഇതാണ് ഹറാമായിട്ടുള്ള കാര്യം. അതല്ലാതെ ഹലാലായ ഒരു വസ്തു, നല്ല നല്ല ഭക്ഷണങ്ങൾ ഒരാൾ കൊടുത്തു എന്നുള്ളത് തെറ്റായ കാര്യം എന്ന് പറയാൻ സാധിക്കുകയില്ല. തെറ്റാവുക അത് ഈ പൊങ്ങച്ചത്തിന് വേണ്ടിയാകുമ്പോഴാണ്. തെറ്റാവുക അത് ദുർവ്യയം നടത്തി വേസ്റ്റാക്കി കളയുമ്പോഴാണ്. അല്ല, ഒരാളത് വിവാഹം നടത്തി ഭക്ഷണം ബാക്കിയുള്ളത് അത് സാധുക്കൾക്കോ മറ്റാളുകൾക്കോ ഒക്കെ കൃത്യമായി പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുകയാണ്. അതിൽ തെറ്റുള്ള കാര്യമൊന്നുമല്ല. കാരണം അവർക്കും ഭക്ഷണം കിട്ടി, അതിൻ്റെ പേരിൽ ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം കിട്ടി, ഹൈറായ കാര്യമാണ്. അതല്ലാതെ ഒന്നും കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ചായം കടി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിക്കാഹിന് വരികയുള്ളൂ, ഈ രൂപത്തിലൊക്കെ സംസാരിക്കുക, അതാണ് യഥാർത്ഥത്തിൽ ഗുലുവ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത ഗുലുവ്, പരിധി വിടൽ യഥാർത്ഥത്തിൽ അതാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ ചില കാര്യങ്ങൾ മാത്രമാണ് ഓർമ്മപ്പെടുത്തിയത്. നിക്കാഹിനായി തയ്യാറാകുന്ന ആളുകൾ അവർ മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട മര്യാദകളും കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിക്കുക തന്നെ വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.